ഓക്കെ, സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ERP. ഒരു മിനിറ്റ്, വിസിബിൾ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, നമ്മുടെ ടാക്യോന്റെ ഒരു ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് ERP. അപ്പോൾ ERP-യിൽ ഇത് ആണ് ഡാഷ്ബോർഡ്. അതായത് നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഡെമോ അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് തരുന്നത്. ഇത് നമ്മുടെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻ ഇതാണ്. അപ്പൊ ഇതിന്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോഗിൻ ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ലോഗിൻ പേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ അവരവർക്ക് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ആക്കുക. ഓക്കെ, ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഡാഷ്ബോർഡ് വരും. ഡാഷ്ബോർഡിൽ നമുക്ക് കുറെ ബിഡ്ജറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്യുകയും ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓവറോൾ വ്യൂ ആണിത്. ഇതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ, ഡാറ്റാസിന്റെ ഒരു ഓവറോൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് റോൾസ് ഈ കാണുന്നത്. ഇവിടെ അഡ്മിൻ 3, ടീച്ചർ 62, അക്കൗണ്ടന്റ്, ലൈബ്രറിയൻ, റിസപ്ഷൻ, സൂപ്പർ അഡ്മിൻ, HOD. സോറി ഫോർ ഇന്ററപ്ഷൻ. ഇത് അവരുടെ പ്രൊഡക്റ്റ് അല്ലേ? ഒറിസോണിന്റെ പ്രൊഡക്റ്റ് അല്ലേ? ഹിരയുടെ പ്രൊഡക്റ്റ് അല്ലേ ERP എന്ന് പറയുന്നത്? നമുക്ക് ഹിരയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഇന്ത്യൻ സ്കൂളുകൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഹലോ, അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യൻ സ്കൂളിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണല്ലേ? ഇപ്പൊ നമ്മൾ കറന്റ്ലി, മുമ്പ് കുറെ സ്കൂൾ യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ കറന്റ്ലി ഒരു ചെറിയൊരു പോർഷൻ മാത്രം, ഒരു സ്കൂൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ ഓഫീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടാക്യോണിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള ലേണേഴ്സ് നോട്ടിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ കറന്റ്ലി യൂസ് ചെയ്യുന്നത് ലേണേഴ്സ് നോട്ട്, ടാക്യോൺ ആൻഡ് MEA സ്കൂൾ വളാഞ്ചേരി. പിന്നെ അടുത്ത് യൂസ് ചെയ്തിരുന്ന 3 സ്കൂളുകളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ നമുക്കിപ്പോ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ERP നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ആദ്യം മൊറൈസൺ ആണ് യൂസ് ചെയ്തിരുന്നത്. അതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ഒരു ERP ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോ ഇതാണ് വിഡ്ജറ്റ്സ്. ഇതിൽ നമുക്ക് സമ്മറിയാണ് കിട്ടുന്നത്. ഡാറ്റയുടെ ഒരു ചെറിയ ERP സമ്മറിയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇതില് ഗ്രാഫ്സ് ഉണ്ട്, പിന്നെ ഫീസിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, പിന്നെ എൻക്വയറി. ഇത് ഇമ്പോർട്ടൻസ് അല്ല, നമ്മളിപ്പോ അത് ചെയ്യുന്നില്ല. അതായത് ഓൺലൈൻ അഡ്മിഷൻ്റെ അത് നമ്മൾ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ. ലൈബ്രറി ഉണ്ടാവും, PORV ഉണ്ടാവും, സ്റ്റുഡന്റ് അറ്റൻഡൻസിന്റെ ഇതുണ്ട്, പിന്നെ മന്ത്ലി ഫീ കളക്ഷൻ, മന്ത്ലി എക്സ്പെൻസസ്, സ്റ്റുഡൻസിന്റെ കൗണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ റെക്കോർഡിന്റെ കൗണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റോൾസ്, അതായത് ഇപ്പൊ ഒരു സ്കൂളിന് കൊടുക്കുന്ന റോൾസ്, ടീച്ചർ എത്ര, അക്കൗണ്ട്സ്, ലൈബ്രറിയൻ, റിസപ്ഷനിസ്റ്റ്, ഇവർക്കൊക്കെ ഓരോ പെർമിഷൻ ഉണ്ടാവും. നമ്മൾ പെർമിഷൻ ബേസ്ഡിലാണ് ആക്സസ് കൊടുക്കുന്നത്. ഓരോ യൂസറിനും ഓരോ പെർമിഷൻ ആയിരിക്കും. എല്ലാവർക്കും ഈ വ്യൂ കിട്ടില്ല, ഈ മൊത്തം വ്യൂവും എല്ലാവർക്കും കിട്ടില്ല. അതായത് ഇപ്പോൾ അക്കൗണ്ട്സിനാണെങ്കിൽ അക്കൗണ്ട്സിന്റെ സബ് മെന്യൂസ് മാത്രമേ കിട്ടുള്ളൂ, ടീച്ചർക്കാണെങ്കിൽ ടീച്ചറുടെ വ്യൂ മാത്രമേ കിട്ടുള്ളൂ, എന്താ പറയുക, അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ്റെതായിട്ടുള്ള പെർമിഷൻ ആണ് കിട്ടുള്ളത്. മെയിൻ അഡ്മിനെ നമുക്ക് ഫുൾ ആക്സസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഫുൾ ആക്സസ്, അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്നത്, ഇത് ഓരോരോ മൊഡ്യൂളുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് ഒരു മൊഡ്യൂളാണ്, സ്റ്റുഡന്റ് ഇൻഫർമേഷൻ ഒരു മൊഡ്യൂളാണ്, ഫീ കളക്ഷൻ ഒരു മൊഡ്യൂളാണ്, ഇൻകം ഒരു മൊഡ്യൂളാണ്, എക്സ്പെൻസ് ഒരു മൊഡ്യൂളാണ്, അറ്റൻഡൻസ് ഒരു മൊഡ്യൂളാണ്, എക്സാം മാസ്റ്റർ എന്നൊരു മൊഡ്യൂളാണ്. ലെസൺ പ്ലാൻ നമ്മൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, അത് പറയുന്നത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അക്കാഡമിക്സ് ഒരു മൊഡ്യൂള്, ഹ്യൂമൻ റിസോഴ്സസ്, ലൈബ്രറി, ഇൻവെന്ററി, ട്രാൻസ്പോർട്ട്, ഹോസ്റ്റൽ ആൻഡ് സർട്ടിഫിക്കറ്റ്, അലുമിനി, റിപ്പോർട്ട്സ്. സിസ്റ്റം സെറ്റിംഗ്സ് അവർക്ക് കൊടുക്കുന്നതല്ല, ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളതാണ് സിസ്റ്റം സെറ്റിംഗ്സ്.
അത് നമ്മളാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു സ്കൂളിന്റെ ഇപ്പോൾ ഈ ഡെമോ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹെഡിങ് കണ്ടില്ലേ, ഇതും പിന്നെ ഈ ലോഗോയും കാര്യങ്ങളും, അതായത് നമുക്ക് ബ്രാൻഡ് ആയിട്ടുമുണ്ട് നമ്മുടേതായിട്ടുമുണ്ട്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഇടയ്ക്കൊന്ന് ഡിസ്കണക്ട് ആയി 2 മിനിറ്റ് നേരത്തേക്ക്. ഒരു 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഡിസ്കണക്ട് ആയി നെറ്റ്വർക്ക് കണക്ഷൻ കാരണം. ഓക്കെ. അപ്പോൾ ഹലോ, അതായത് നമുക്ക് ബ്രാൻഡഡ് ആയിട്ടും ചെയ്യാം, നമ്മുടേതായിട്ട്. ഇതിപ്പോ നമ്മളെ സോഫ്റ്റ്വെയർ ആയിട്ട് കൺസിഡർ ചെയ്ത് യൂസ് ചെയ്യുന്ന സ്കൂളുകൾക്ക് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനി അവര് സ്വന്തം ബ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അവരുടെ ബ്രാൻഡായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ മറ്റേ ഈ കളർ കോമ്പിനേഷനും ലോഗോയും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ. അപ്പൊ അത് രണ്ടും വ്യത്യാസമുണ്ട്. അവർക്ക് ബ്രാൻഡഡ് ആയിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ തീം. ഇതിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ തീമിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോ ഇപ്പൊ നമുക്കിനി ഓരോ മൊഡ്യൂളായിട്ട് നോക്കാം. ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന അഡ്മിഷൻ എൻക്വയറി ആണ്. ഇതിൽ ചെറിയ ചെറിയ ബഗ്ഗുകളുണ്ടാവും, കാരണം ഇതൊരു ഡെമോ അക്കൗണ്ട് ആണ്. ഒറിജിനൽ അക്കൗണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല, കാരണം ഒന്ന് കാണിച്ചു തരാൻ അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷന് വരുന്ന എൻക്വയറീസ് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഏതി കൂടെ വന്നതെന്നുള്ളതും എൻക്വയറി ഡേറ്റ് ആക്റ്റീവ് ആണോ എന്നുള്ളത് അറിയാം. അത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ പുതിയത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റും എൻക്വയറി. ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ഒരു സൈഡ് ബേസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് അവിടെ സ്റ്റോപ്പായി. കാരണം ഇപ്പൊ ഈ എൻക്വയറി വന്നത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അഡ്മിഷനിലേക്ക് മാറ്റാവുന്ന രീതിയിലേക്ക്. അത് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സുകളുണ്ട്. നമ്മൾ ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യുന്നത് പോർട്ടൽ ആയതുകൊണ്ടും അവിടെ നിന്നാണ് അഡ്മിഷൻ ഫോംസ് വരിക. അപ്പൊ അവിടെ നിന്ന് വരുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസെർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇത് പ്യൂർ ബാക്ക് എൻഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വിസിറ്റേഴ്സ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റേഴ്സ് ലോഗ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അജയ് ഒരു മറ്റേ എന്താണ് ബാക്ക് എൻഡ് ആയിട്ട് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ബാക്ക് എൻഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ERP തന്നെയാണ്. നമുക്ക് വെച്ചാൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കുന്ന പകരം ഒരു ബണ്ടിൽ ഓഫ് പ്രൊഡക്ട്സ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കതൊരു ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് പോർട്ടലിൽ കൊടുത്തു കഴിഞ്ഞാൽ പോർട്ടലിലായിരിക്കും സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യുന്നതും ടീച്ചേഴ്സ് ലോഗിൻ ചെയ്യുന്നതൊക്കെ പോർട്ടലിലായിരിക്കും. പോർട്ടലിൽ നിന്നുള്ള അതൊരു പോർട്ടലിൽ നിന്നൊരു വേറൊരു സംഭവമാണ്, നമുക്ക് വേറെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇന്ന കണക്ടിവിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ടലിൽ നിന്ന് നമ്മൾ അവർക്ക് ആക്സസ് കൊടുക്കുന്നു. അപ്പൊ പോർട്ടലിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. ആ പോർട്ടലിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വീക്ക്ലി പ്ലാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ലൈബ്രറി മാനേജ്മെന്റ് അല്ലെങ്കിൽ എക്സാം മൊഡ്യൂള് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ അതായത് പോർട്ടൽ ബേസിക്കലി ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ടു ലോഗിൻ. അതായത് സ്റ്റുഡൻസിന് ഫുൾ ഡീറ്റെയിൽസ് കാണുന്നത് പോർട്ടലിലായിരിക്കും, ടീച്ചേഴ്സിന് ലോഗിൻ ചെയ്യുന്നത് പോർട്ടലിലായിരിക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് ലോഗിൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു എക്സ്റ്റേണൽ ലിങ്കോ അല്ലെങ്കിൽ ഇൻസൈഡ് വിൻഡോയിൽ നമുക്ക് ERPക്ക് വരാം. സോ ഇതെന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡിക്കലി കൂടുതൽ ഡാറ്റ കീപ്പ് ചെയ്യാനുള്ളതാണ്. ഇപ്പോ അല്ല ഞാൻ ചോദിക്കണം, അപ്പൊ അതായത് ഈ ERPയുടെ ഒരു പോർട്ടലാണോ സ്റ്റുഡൻസിന് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ വേറെ സെപ്പറേറ്റ് പോർട്ടൽ? നമ്മുടെ ഈ സ്നേഹ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു ടീച്ചേഴ്സ് പോർട്ടൽ, സ്റ്റുഡൻസ് പോർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോർട്ടലാണോ, അല്ലെങ്കിൽ ERPയുടെ പോർട്ടലാണോ സ്റ്റുഡൻസിന് കൊടുക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്? സെയിം പോർട്ടലാണ്. സെയിം പോർട്ടലാണല്ലേ? അപ്പൊ അതായത് പോർട്ടൽ എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഇങ്ങോട്ട് ഡാറ്റ സിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ അവർക്ക് വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ട് സ്റ്റുഡൻസിന് അപ്പീലിംഗ് ആയിട്ടുള്ള വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതില് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അവിടെയാണ് ചെയ്യുന്നെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിൽ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അതെല്ലാം ഇതിൽ നിന്നാണ് സിങ്ക് ആവണത്, അതല്ലേ ഉദ്ദേശിച്ചത്? എല്ലാതും അല്ല, ഇതിൽ ഇപ്പൊ ഈ കാണുന്ന മൊഡ്യൂളത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ?
ഓക്കെ. അപ്പൊ ഈ അഡ്മിഷൻ എൻക്വയറി എന്ന് പറഞ്ഞത് ഇപ്പൊ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് അഡ്മിഷൻ എൻക്വയറി എന്ന് പറഞ്ഞാൽ അവരിപ്പോ ടീച്ചേഴ്സ് അവിടെ ലോഗിൻ ആയി കഴിഞ്ഞാലും ഇവിടേക്കായിരിക്കും വരിക. അതായത് ഇപ്പൊ ഓൺലൈൻ അഡ്മിഷൻ എൻക്വയറി ഫ്രണ്ട് ഓഫീസ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് യൂസ് ചെയ്യാം. പിന്നെ വിസിറ്റേഴ്സ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റേഴ്സ് ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ വിസിറ്റേഴ്സ് ബുക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ഇതിലേക്കായിരിക്കും ആക്സസ്. അതായത് എന്താണ് റീസൺ എന്നുള്ളത് ഇവിടെ കൊടുക്കാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അഡ്മിഷൻ എൻക്വയറിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെ വന്ന് ആരാണ് വന്ന അഡ്മിഷൻ എൻക്വയറി, എന്താണ് സോഴ്സ്, എൻക്വയറി ഫ്രം ഡേറ്റ്, എൻക്വയറി ടു ഡേറ്റ് ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി. അതായത് നമ്മൾ ഒരു സെയിൽസ് പെർസ്പെക്റ്റീവില്, അതായത് മാർക്കറ്റിംഗ് സെയിൽസ് പെർസ്പെക്റ്റീവിലാണ് ഇത്. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് എന്താ പറയാ ആരാണ് വന്ന് എന്താ പറയാ എൻക്വയറി ചെയ്തിട്ടുള്ളത് എന്നുള്ള അറിയാം. ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം, നമുക്ക് റീകോണ്ടാക്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് അഡ്മിഷൻ എൻക്വയറി. വിസിറ്റേഴ്സ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്കൂളിലേക്ക് എന്തിനാ വന്നേ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഔട്ട് ടൈം കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോൺ കോൾ ലോഗ് എന്ന് പറയുന്നതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അത് ഫോളോ അപ്പ് ഡേറ്റ് എടുക്കാനും അതിനുള്ളൊക്കെ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ എൻക്വയറിക്ക് ഫോൺ കോൾ വന്നതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് പോസ്റ്റൽ ഡിസ്പാച്ച് ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ അതിനുണ്ട് ഒരു മെനു. അതായത് ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് പോസ്റ്റൽ വഴി. അപ്പൊ അതിന്റെ പോസ്റ്റലിലെ റെഫറൻസ് നമ്പറും അതിന്റെ പേരും ആഴ്ച ഡേറ്റും നമുക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ സ്കൂളിലേക്ക് റിസീവ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ, അതായത് പോസ്റ്റലായിട്ട് റിസീവ് ചെയ്തിട്ടുള്ളത് അതിന്റെ ആർക്കാണ് വന്നിട്ടുള്ളത്, റെഫറൻസ്, പിന്നെ അതിന്റെ ടൈറ്റിൽ, അതായത് എന്താണ് എഴുതിയിരിക്കണേ, അതിന്റെ ടൈറ്റില്, ഡേറ്റ്, എന്നാണ് വന്നതെന്നുള്ളത്. അത് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിനെ ലിസ്റ്റ് ചെയ്യും. നമുക്ക് ഇവിടെ സോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ്പോർട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് പോസ്റ്റൽ റിസീവ്. പിന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ്, അതായത് ഫ്രണ്ട് ഓഫീസിൽ ആവശ്യമാണല്ലോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണ, കംപ്ലൈന്റ് രജിസ്റ്ററും ഉണ്ട് ഇവിടെ. അത് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ. പിന്നെ ഇതിലാണ് നമുക്ക് അതിന്റെ പർപ്പസും ഡിസ്ക്രിപ്ഷനും വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ എൻക്വയറി, ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം. നമുക്ക് അതായത് ഈ ഫ്രണ്ട് ഓഫീസ് സെറ്റപ്പ് ആണ് ഇത്. അതായത് ഇതിൽ നമുക്ക് പർപ്പസ് വയ്ക്കാം, കംപ്ലൈന്റ് ടൈപ്പ് ആഡ് ചെയ്യാം. നേരത്തെ ഇവിടെ കംപ്ലൈന്റ് ടൈപ്പ് ഉണ്ടല്ലോ, ക്ലീൻ. ഇവിടെ പുതിയതായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇതിപ്പോ ഒരു സ്കൂളിന്റെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ് അല്ലേ? അതെ അതെ. അപ്പൊ അതില് ഫ്രണ്ട് ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺഫിഗറേഷൻ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മെനുസിൽ ഇവിടെ കൊടുക്കുന്നതെല്ലാം അവിടെ ഓപ്ഷൻ ആയിട്ട് വരും. ഇപ്പൊ ഇവിടെ ക്ലീനിങ് സ്പേസ് വന്നില്ലേ, ഇതിപ്പോ എതിരായിരുന്നു ചോദിക്കുന്നത്. ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന് ഈ ഒരു മൊഡ്യൂളായിട്ട് മാത്രം ആക്സസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും, ഈ ഒരു പോർട്ടൽ മൊത്തം കിട്ടും? ഇല്ല. ഫ്രണ്ട് ഓഫീസില് ഇപ്പോ അതിനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്താ പറയാ ഓരോ റോൾ അനുസരിച്ചാണ് ഇതിനുള്ളിൽ ആക്സസ്. റോൾ അനുസരിച്ച് ഇപ്പോ ഒരു റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ഇത് മാത്രമേ കിട്ടുള്ളൂ. ഫ്രണ്ട് ഓഫീസ് മാത്രമാണ്, അതായത് അവർ പറയാണ് റിസപ്ഷനിസ്റ്റിന് എന്തൊക്കെയാണ് അപ്രൂവൽ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ് അവർക്ക് കിട്ടുള്ളൂ. അവർക്ക് വേറെ ഒന്നും കിട്ടില്ല. അവർക്ക് അഡ്മിഷനോ ഒന്നിനോ അധികാരമില്ല. അവർക്ക് ഫ്രണ്ട് ഓഫീസിലെ അഡ്മിഷൻ എൻക്വയറിയും ഇതും ആഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അത് മാത്രമാണ് അവർ ചെയ്യുള്ളൂ. അവരത് ചെയ്ത് കഴിഞ്ഞാൽ അവരടുത്ത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഫറൻസ് നമ്പർ വെച്ച് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ അഡ്മിഷൻ എൻക്വയറിയുടെ റെഫറൻസ് നമ്പർ വെച്ചിട്ട് ഈ എന്താ പറയാ ഈ പേരും ഡീറ്റെയിൽസും വെച്ച് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ, അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർ അഡ്മിഷൻ എടുക്കണം. അതാണ് ഈ ഇൻഫർമേഷൻ. അടുത്ത് അപ്പൊ ഫ്രണ്ട് ഓഫീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഫ്രണ്ട് ഓഫീസിലെ അഡ്മിഷൻ എൻക്വയറി, വിസിറ്റ് ബുക്ക്, ഫോൺ കോൾ ലോഗ്, പോസ്റ്റൽ ഡിസ്പാച്ച്, പോസ്റ്റൽ റിസീവ്, കംപ്ലൈന്റ്. അത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളിലേക്ക് വേണ്ട മെനൂസ്, അതായത് ടൈപ്പ്, അതായത് കംപ്ലൈന്റ് ആണെങ്കിൽ എന്തൊക്കെ കംപ്ലൈന്റ് ടൈപ്പ് വേണമെന്നുള്ളതും, പിന്നെ പോസ്റ്റൽ റിസീവ്, പോസ്റ്റൽ ഫോൺ ലോഗ്, ഇതിലൊക്കെ എന്താണ് വേണ്ടതെന്നുള്ളത്, അതായത് പർപ്പസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, കംപ്ലൈന്റ് ടൈപ്പ് ആഡ് ചെയ്യാൻ പറ്റും, പിന്നെ സോഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഈ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഈ അഡ്മിഷൻ എൻക്വയറിക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ റെഫറൻസ്,
നമുക്ക് എവിടെയാണ് റെഫറൻസ് വേണ്ടത്, അതായത് ടീച്ചറാണോ പ്രിൻസിപ്പൽ ആണോ, എവിടെയാണ് റെഫറൻസ് വരുന്നത്, അതും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് ഓഫീസ് സെറ്റപ്പിലുള്ളത്. അപ്പൊ അതൊക്കെ ഇവിടെ നമുക്ക് മെനു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരും. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരും. ഈ ഇതിപ്പോ കംപ്ലൈന്റ് എന്നുള്ള രീതിയിലാണോ ഈ പർപ്പസ് കംപ്ലൈന്റ് ടൈപ്പ്? ഓക്കെ ഓക്കെ. അല്ലല്ല, അവരുണ്ട് കണ്ട ഇവിടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിഷൻ എൻക്വയറി അല്ലെങ്കിൽ മറ്റേ വിസിറ്റ് പർപ്പസ് എന്ന് പറയുന്നത് വിസിറ്റ്. അല്ല ഇതെങ്ങനെ എടുത്തത്? ഈ ഒരു മെനു എങ്ങനെ എടുത്തത്? ഇത് എവിടെ കണ്ടോ? അല്ല അതിലോട്ട് എങ്ങനെ വന്നു? ഫസ്റ്റ് എവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇതിലോട്ട് വന്നത്? ഓക്കെ, ഫസ്റ്റ് അഡ്മിഷൻ എൻക്വയറി എടുത്ത് വെച്ചു. ഇത് എവിടെ കണ്ട? സെറ്റപ്പ് ഫ്രണ്ട് ഓഫീസ് അതെടുത്തു. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് ബുക്കിലെ പർപ്പസ് ആണ് ഈ പർപ്പസ്. പിന്നെ കംപ്ലൈന്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റ് ടൈപ്പ്. കംപ്ലൈന്റ് ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ടൈപ്പ് വന്നു ക്ലീൻ സ്പേസ്. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ക്ലീൻ സ്പേസ് എന്ന് പറഞ്ഞാൽ അല്ല, ഇവിടെ ഉണ്ടോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ ക്ലീൻ സോഴ്സ് സോഷ്യൽ മീഡിയ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ ആർട്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്തെങ്കിലും കൊടുക്കാം. കംപ്ലൈന്റ് ബൈ ആരാണ് കംപ്ലൈന്റ് ചെയ്തത്. അതായത് ഇപ്പോ ഈ സ്കൂളിന് സോഷ്യൽ മീഡിയ ഉണ്ടാവും, ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ എവിടുന്നാണ് എന്ത് കണ്ടിട്ടാണ് സോഴ്സ്, അതായത് എന്തിനാണ് കംപ്ലൈന്റ് എന്നുള്ളത് സോഴ്സ്, അതായത് ടെലിവിഷൻ, ന്യൂസ് പേപ്പർ ആർട്സിലാണ് എന്തിനാണ് കംപ്ലൈന്റ്സ് അതങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ. കംപ്ലൈന്റ് ബൈ ആരാണ്? പാരന്റ്. ക്ലീൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് അങ്ങനത്തേതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു കാര്യം പറയട്ടെ, ഈ ക്ലീൻ എന്ന് പറയുന്നത് ഞാൻ ഡമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ക്ലീൻ എന്ന് പറയുന്നത് ഞാൻ ഡമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്താണ്. ഞാൻ സ്പേസ് എന്ന് പറയുന്നത് ഡമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഡമ്മിയാണ്, ഇത് നമ്മളല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ വർക്ക് ഫ്ലോ ആണ്. അത് ക്രിയേറ്റ് ചെയ്യണത് അവരെന്താണ് ക്രിയേറ്റ് ചെയ്യണത് നമുക്കറിയില്ല. കാരണം അവർക്ക് പല കാര്യത്തിലും അല്ല കംപ്ലൈന്റ് എങ്ങനെയാ വരിക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവർക്ക് എന്തിന്റെ പേരാണ് കംപ്ലൈന്റ് അവർ രജിസ്റ്റർ ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ പേര് ചിലപ്പോ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ടീച്ചിങ്ങിനായിരിക്കും കംപ്ലൈന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് അവരാണ് ചെയ്യുക. ഇത് ക്ലയന്റ് വ്യൂ ആണ്. ഇത് പർപ്പസ് അല്ല. കംപ്ലൈന്റ് ടൈപ്പ് എടുക്കുക, അവിടെ ടീച്ചിങ്, ഇതെന്തെങ്കിലും കൊടുക്കുക, സേവ് ചെയ്യുക. അത് അവര് എന്താ ചെയ്യണ്ട. അതായത് അപ്പൊ ഇവിടെ കംപ്ലൈന്റ് അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരെന്താണ് കണ്ട? ടീച്ചിങ്ങിനാണ് കംപ്ലൈന്റ്. ടീച്ചിങ്ങിന് കംപ്ലൈന്റ് എന്താണ്? സോഷ്യൽ മീഡിയയിൽ ടീച്ചിങ്ങിന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കംപ്ലൈന്റ് പോയി ആരാണ്? ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട PTA. ഇവിടെ PTA എന്ന് കൊടുത്തു കഴിഞ്ഞാൽ PTA, ഫോൺ നമ്പർ, ഡേറ്റ്, ഡിസ്ക്രിപ്ഷൻ, ഒരു ആക്ഷൻ ടോക്കൺ, അസൈൻഡ്, ആർക്കാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, നോട്ട്, സേവ് ചെയ്യുക. ഇപ്പൊ സേവ് ചെയ്ത് സേവ് ആവും. ടീച്ചിങ് നോട്ട് PTA. മനസ്സിലായില്ലേ? ഇതിങ്ങനെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആക്ഷൻ ടോക്കണും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആവും. കംപ്ലൈന്റ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അത് അങ്ങനെ. പിന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ ഇതിപ്പോ ഈ കംപ്ലൈന്റ് എന്താ പറയാ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ വ്യൂ ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ കംപ്ലൈന്റ് കാര്യം. പിന്നെ അതുപോലെ പോസ്റ്റൽ റിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പാഴ്സൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിക്കൽ വേണമെങ്കിൽ അത്. പോസ്റ്റൽ ഡിസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ എന്താണെന്ന് ചെയ്യുന്നത്, നിങ്ങൾ എന്താ മനസ്സിലാക്കണം വെച്ചാൽ ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങള് എന്താ പറയുക സ്കൂളുകാരായിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പൊ സ്കൂളുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ അറിയാത്ത സമയത്ത് നമ്മൾ പറഞ്ഞ് കൊടുക്കണം ഇത് എന്തിനാണെന്നുള്ളത്. അതായത് നമ്മള് ഇപ്പൊ ഒരു കാര്യം ഇതിൽ ഇൻപുട്ട് ചെയ്യാന്നുള്ളതല്ല, ഇതിൽ ഇൻപുട്സ് ഒക്കെ സ്കൂളുകാർക്കുള്ളതാണ്. അപ്പോ ഈ മെനൂസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇന്ററാക്ഷനിലൂടെ നിങ്ങളാണ് ട്രെയിനിങ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരിക. CC ടീമാണ്, കസ്റ്റമർ കെയർ ടീമാണ്. അവർക്ക് ഡൗട്ട്സ് വരുമ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഫ്രണ്ടിൽ കൂടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അത് പർപ്പസ് എന്നുള്ളത്. ഇത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് മൊഡ്യൂൾസ് ആണ്. ഇതിപ്പോ അതിൽ കസ്റ്റമൈസേഷൻ വരും. അപ്പൊ കസ്റ്റമൈസേഷൻ വരുന്നതനുസരിച്ച് നമുക്കിപ്പോ ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ പോസ്റ്റൽ റിസീവ്, ഇപ്പൊ ഇതില് ഈ ഫ്രം ടൈറ്റില്, റെഫറൻസ് നമ്പർ, അഡ്രസ്, നോട്ട്, ടൈറ്റില്, ഡേറ്റ്, ഇത്രയും ഫീൽഡ്സ് ആണ് നമുക്ക് ഇൻപുട്ട് ഫീൽഡ് ആയിട്ടുള്ളത്. അവർക്ക് ഇപ്പൊ ഒരു അഡീഷണൽ ഫീൽഡ് വേണമെന്ന് പറയും. അപ്പൊ അഡീഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്കൂളിന് മാത്രമായിരിക്കും അഡീഷണൽ ഫീൽഡ് വേണ്ടത്.
അപ്പൊ അതിന്റെ പ്രയോറിറ്റി നോക്കി അത് നമ്മളുടെ എന്താ പറയാ എല്ലാവരുമായിട്ടും ഡിസ്കസ് ചെയ്ത് ത്രൂ CTO ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്തു കൊടുക്കണമെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സ്കൂളിന് മാത്രമായിരിക്കും ആ ഒരു ഫീൽഡ് എക്സ്ട്രാ ഉണ്ടാവുക. അതിനനുസരിച്ച് ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടാവും. അതേപോലെ ഇപ്പോ ഒരു വെച്ചാൽ ആ ഒരു സ്കൂളിന് ഒരു കസ്റ്റം ഫീച്ചർ വേണമെന്ന് പറയും. അതായത് ഇപ്പൊ സപ്പോസ് ഇതൊരു കംപ്ലൈന്റ് ആണ്, ഇത് ജസ്റ്റ് ഒരു ബേസിക് മൊഡ്യൂൾ ആണ്. കംപ്ലൈന്റ് വന്നു, ഇവിടെ ലിസ്റ്റ് ചെയ്തു, കംപ്ലൈന്റ് ഇവിടെ വ്യൂ ഉണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതിനടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ അല്ല ഒരു സെക്ഷൻ വേണം. അതായത് ഇപ്പൊ കംപ്ലൈന്റ് വ്യൂ ചെയ്തു, കംപ്ലൈന്റ് ഇവിടെ വന്നു, കഴിഞ്ഞു, ഡിലീറ്റ് ചെയ്ത് പോയി, അല്ലെങ്കിൽ അത് കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ അവർ പറയാണ് കംപ്ലൈന്റിന്റെ സ്റ്റാറ്റസ്, കംപ്ലൈന്റിന്റെ പ്രോഗ്രസ് എത്ര ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കസ്റ്റം ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ CCTV അവർക്ക് കൊടുക്കും. അപ്പൊ ആ യൂസർ എന്താ പറയാ ഇന്ററാക്ഷൻ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, കംപ്ലൈന്റ് ടൈപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്, സോഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, കംപ്ലൈന്റ് വഴി ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയണത് തന്നെ നിങ്ങൾ ക്ലയന്റിനോട് പറയണം. അപ്പൊ അതാണ് ഫ്രണ്ട് ഓഫീസ്. ഇത് കഴിഞ്ഞ സ്റ്റുഡന്റ് ഇൻഫർമേഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ ഇൻ ERP. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റുഡന്റ് ഡീറ്റെയിൽസിൽ എല്ലാം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് അഡ്മിഷൻ ആണ്. അല്ല, മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നിലവിലുള്ള ഒറൈസിയനിൽ നിന്ന് ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒറൈസണിക്ക് ഇതിന്ന് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളതല്ല. നിലവിൽ അവർക്കൊരു ERP സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതെ അതാണോ? അതെ, അതായത് അവർക്ക് ഓൾറെഡി ഡാറ്റ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് മാത്രമല്ല എങ്ങനെയായാലും മൈഗ്രേഷൻ ആയിരിക്കും. കാരണം അവർക്ക് ഇപ്പോൾ ഡാറ്റ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് തരണമല്ലോ. അവർക്ക് ഓൾറെഡി റണ്ണിങ് ആണ്. അവര് ഇത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവർ ഓരോ സ്റ്റുഡന്റിനെയും ഇതേപോലെ അഡ്മിഷൻ ഇതിലെടുക്കണം. അല്ലെങ്കിൽ CSV ആയിട്ട് ഇമ്പോർട്ട് അതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ എന്ത് ഇവിടെ ഇമ്പോർട്ട് സ്റ്റുഡന്റ് കൊണ്ട് കണ്ടോ, ഇവിടെ നമുക്ക് ഒരു CSV ഫയല് വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, ഡൗൺലോഡ് സാമ്പിൾ ഇമ്പോർട്ട് ഫയൽ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലാസ്സും സെക്ഷനും കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ് സെക്ഷനിലേക്കുള്ള കുട്ടികളുടെ CSV ഫോർമാറ്റിലുള്ളതെല്ലാം അങ്ങനെ തന്നെ അപ്ലോഡ് ആവും. അത് ഒരു ബൾക്ക് അപ്ലോഡ് ഓപ്ഷൻ, ഇത് അവർക്കും ചെയ്യാം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. കാരണം ഈ സ്റ്റാർ മാർക്ക് ചെയ്തുള്ള എല്ലാ ഫീൽഡും അതേപോലെ തന്നെ വേണം. അതില്ലെങ്കിൽ എന്തുണ്ടാവില്ല, CSV അപ്ലോഡ് ആവില്ല, ഈ സാമ്പിൾ CSV. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഈ സ്റ്റുഡന്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഇത് നമുക്ക് എന്ന് പറയുന്നത് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇപ്പോ ഓരോ സ്കൂളിലും സ്റ്റുഡൻസിന്റെ ഡാറ്റ കീപ്പ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഓരോ സ്കൂളിലും സ്റ്റുഡന്റിന്റെ ഡാറ്റ കീപ്പ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ചില സ്കൂളിൽ കുറച്ച് ഡാറ്റ കീപ്പ് ചെയ്യുള്ളൂ, ചില സ്കൂളിൽ കൂടുതൽ ഡാറ്റ കീപ്പ് ചെയ്യും. അപ്പോ നമ്മുടെ ഈ ബേസിക് ആപ്ലിക്കേഷനിൽ നമുക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ഉള്ളതെങ്കിലും അവർക്ക് കൂടുതൽ ഫീൽഡ് വേണമെന്ന് പറയാം, കുറച്ച് ഫീൽഡ് മതി എന്നും പറയാം. സോ അതിനനുസരിച്ച് എന്തുണ്ടാവും, ഈ CSV അപ്ലോഡിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതിനനുസരിച്ചിട്ട് അവര് അപ്ലോഡിൽ മാറ്റം വരുത്തണം. അവര് അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർ ഇട്ട ഫീൽഡുകളൊക്കെ മസ്റ്റ് എൻ്റർ ചെയ്യേണ്ട ഫീൽഡുകളാണ്. ഇത് അവർ റിക്വയർമെന്റ് പറയാണ് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത് മാറ്റുള്ളൂ. ഇത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇതിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെക്ഷൻ, ക്ലാസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ അഡ്മിഷൻ നമ്പർ ഓട്ടോമേറ്റഡ് ആണ് ഇതില്. ഇപ്പൊ നമുക്ക് ഓട്ടോമേറ്റഡ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ നമ്പർ ആഡ് ചെയ്യാൻ കോളം നമുക്ക് വരുത്താം.
അഡ്മിഷൻ നമ്പർ വന്നുകൊണ്ടോ? ഉം. അപ്പൊ ചില സ്കൂളുകാര് അഡ്മിഷൻ നമ്പർ ഓട്ടോമാറ്റ് ചെയ്യാൻ പറയും, ചില സ്കൂളുകാര് അവരെ കസ്റ്റമർ അഡ്മിഷൻ നമ്പർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഫീൽഡുകളൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകളാണ്. പക്ഷെ അത് എന്താ പറയാ, അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് മാറും. ബേസിക് ആയിട്ടുള്ള ഫീൽഡുകൾ പറഞ്ഞുതരാം. അഡ്മിഷൻ നമ്പർ ഇത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ അഡ്മിഷൻ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ഡാറ്റ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അഡ്മിഷൻ നമ്പർ എപ്പോഴും യുണീക്ക് ആയിട്ട് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ കസ്റ്റമറായിട്ട് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അഡ്മിഷൻ നമ്പറിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മുൻകൂട്ടി നമ്മൾ വെച്ചാൽ അവർ ഡാറ്റ ഷെയർ ചെയ്യും. അവരിപ്പോ ഒരു ഡാറ്റ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഈ കുട്ടികളെ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അഡ്മിഷൻ നമ്പറിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഒരേ അഡ്മിഷൻ നമ്പറിൽ 2 കുട്ടികളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെ, അതായത് ഇപ്പോ അഡ്മിഷൻ നമ്പർ റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ അങ്ങനെ അഡ്മിഷൻ നമ്പർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് മുൻകൂട്ടി ഇന്റിമേറ്റ് ചെയ്യണം. കാരണം ഇപ്പൊ ഈ വർഷം ഒരു അഡ്മിഷൻ നമ്പർ, ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്മിഷൻ നമ്പേഴ്സ് നമ്മൾ കൊടുത്ത് അലോട്ട് ചെയ്തു. അടുത്ത വർഷം ഇതേ സെയിം അഡ്മിഷൻ നമ്പർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ കുട്ടികൾക്കായിരിക്കും. ഈ ക്ലാസ്സിൽ ഈ കുട്ടിക്ക് ഈ അഡ്മിഷൻ നമ്പർ കൊടുത്തു, അടുത്ത പ്രാവശ്യം വേറെ കുട്ടിക്ക് ഈ ക്ലാസ്സിൽ അതേ സെയിം അഡ്മിഷൻ നമ്പർ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് വരും. അങ്ങനത്തെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മെക്കാനിസം ചെയ്തുകൂടെ? ഓൾറെഡി എക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മെക്കാനിസം ചെയ്യാൻ പറ്റില്ല? മെക്കാനിസം ഉണ്ട്, അത് കേറില്ല. അഡ്മിഷൻ നമ്പർ ഓൾറെഡി ഉണ്ടെങ്കിൽ കേറില്ല. ആ മെക്കാനിസം ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ക്ലയന്റിന് അങ്ങനെ, അതായത് ഒരു ഫോർ എക്സാമ്പിൾ ചിന്മയാക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചിന്മയെന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല, റെക്കോർഡറാണ്. ഓക്കെ ഫൈൻ. ഒരു ക്ലയന്റ്, ഓക്കെ, ചിന്മയെന്നല്ല, ഒരു സ്കൂള് എന്താ ചെയ്യണമെന്ന് വെച്ചാല്, സപ്പോസ് ഒരു XYZ സ്കൂള്, ആ സ്കൂള് നമ്മള് എന്താ പറയാ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ റണ്ണിങ് സെഷൻ എന്ന് പറയുന്നത് 2024-25 ആ സ്കൂളുകാര് 2025-26 അഡ്മിഷൻസ് ഈ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നവംബറിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ആണ്. ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് ടു നവംബർ അഡ്വാൻസ്, അതായത് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുകയാണ്. ആ അഡ്മിഷൻ എടുക്കുമ്പോൾ അവർക്ക് ഒരു അഡ്മിഷൻ നമ്പർ ആവൂലോ. അവരെന്തായാലും കൺഫേം ആയിട്ട് പൈസ കൊടുത്ത് അഡ്മിഷൻ സീറ്റ് ബുക്ക് ചെയ്യണം, അതും അടുത്ത കൊല്ലത്തേക്ക്. അപ്പൊ ആ ബുക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു അഡ്മിഷൻ നമ്പർ കൊടുക്കണം. സോ അതിന് അവർ ഇപ്പൊ XYZ എന്ന് പറയുന്ന ക്ലയന്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടെമ്പററി അഡ്മിഷൻ നമ്പർ ആയിരിക്കും. എന്നിട്ട് അവര് കുട്ടീനെ സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് തരും. ആ ആഡ് ചെയ്തിട്ടിട്ട് എന്തുണ്ടാവും, ഇങ്ങനെ ഒരു 10, 50 അല്ലെങ്കിൽ 100 കുട്ടികൾ ജോയിൻ ചെയ്തു വെച്ചാൽ 1000 കുട്ടികളുള്ള ഒരു സ്കൂളിലെ ഒരു 250 കുട്ടികൾ ഇങ്ങനെ ജോയിൻ ചെയ്തു അഡ്വാൻസ് ആയിട്ട്. സോ അഡ്വാൻസ് ആയിട്ട് ജോയിൻ ചെയ്ത കുട്ടികളിൽ ഈ 250 കുട്ടികളില് ഏകദേശം 200 കുട്ടികൾ അല്ലെങ്കിൽ വേണ്ട ഒരു 150 സ്റ്റുഡൻസ് ഈ സ്കൂളിൽ നിന്ന് ജോയിൻ ചെയ്യണില്ല എന്ന് വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോയവരുണ്ടാവും, ബാക്കി 150 കുട്ടികൾ ഉള്ളവരുണ്ടാവും. അപ്പൊ ഈ കൺഫർമേഷൻ ആകുമ്പോഴാണ് ഇവര് എന്ത് ചെയ്യും, ഒറിജിനൽ ആയിട്ടുള്ള 1000 കുട്ടികളുടെ അഡ്മിഷൻ നമ്പറും ഈ ടെമ്പററി ആയിട്ടുള്ള കുട്ടികളുടെ അഡ്മിഷൻ നമ്പറും തമ്മിൽ മാച്ച് ആവണത്. അപ്പൊ അവരെന്ത് ചെയ്യും, ഇവരുടെ അഡ്മിഷൻ നമ്പർ മിക്സപ്പ് ആക്കിയിട്ട് ഒറിജിനൽ അഡ്മിഷൻ നമ്പർ ആയിട്ട് കൊടുക്കും. സോ അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ് അഡ്മിഷൻ നമ്പർ മാറ്റി കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ ഹെക്ടിക് വർക്ക് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ അഡ്മിഷൻ നമ്പർ തന്നെ മറ്റേ ഒറിജിനൽ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കും. അടുത്ത വർഷം വരുമ്പോൾ ഈ അഡ്മിഷൻ നമ്പർ മാറും. ഈ അഡ്മിഷൻ നമ്പർ മാറുമ്പോൾ പുതിയ കുട്ടികൾക്ക് വീണ്ടും പഴയ അഡ്മിഷൻ നമ്പറിന്റെ ഇത് വരും, ടെമ്പററി അഡ്മിഷൻ നമ്പർ. അല്ല, അതായത് അവര് പൈസ അടച്ചിട്ട് പിന്നെ വേറെ സ്കൂളിലേക്ക് മാറി പോയണോ? അങ്ങനെയാണോ? അങ്ങനെ വരാലോ. അപ്പോ അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും, ഈ അഡ്മിഷൻ നമ്പർ കോൺഫ്ലിക്റ്റ് വരും. അപ്പൊ ഒന്നുണ്ട്, അതായത് വരാനുള്ള ചാൻസ് ഉണ്ട്. വരാതെ നോക്കേണ്ടത് സ്കൂളുകാരുടെ പ്രയോറിറ്റി ആണ്. പക്ഷെ അങ്ങനെ അഡ്മിഷൻ നമ്പറിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഒരു സ്കൂളിലല്ല, പല സ്കൂളുകളും വന്നിട്ടുണ്ട് അഡ്മിഷൻ നമ്പറിന്റെ ഇഷ്യൂ. പിന്നീട് അത് കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ആദ്യം കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അവസാനം ആകുമ്പോഴാണ് ഇത് തിരിച്ചറിയണമെന്ന് വെച്ചെങ്കിൽ അതൊരു വലിയ വർക്കാണ് വരിക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ CCTV എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് അഡ്മിഷൻ നമ്പറിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഒരു ഡാറ്റ മൈഗ്രേഷൻ വരികയാണെങ്കിൽ
അത് ഞാനിപ്പോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പറയാൻ കാരണം അങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ നമ്പർ ഓട്ടോമാറ്റഡ് ആണ് ആക്ച്വലി. സോ അഡ്മിഷൻ നമ്പർ നമ്മൾ അവര് തരുമ്പോഴും യൂണിക് ആയിട്ട് തന്നാൽ മാത്രമാണ് നമ്മുടെ സിസ്റ്റത്തിൽ അത് എല്ലായിടത്തേക്കും എത്തേണ്ടതാണ്. ഈ അഡ്മിഷൻ നമ്പർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഓരോ, അതായത് കുട്ടികളെ നമ്മൾ ഒരൊറ്റ പ്രാവശ്യം എൻട്രി ചെയ്യുള്ളൂ, പകരം ആ കുട്ടികളുടെ റെഫറൻസ് വെച്ചിട്ടാണ് ബാക്കി എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് യൂണിക് ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഐഡി നമുക്ക് എപ്പോഴും വേണം കുട്ടികളെ. കാരണം അവർ ഡോക്യുമെന്റ് ചോദിച്ചാലും ആ അഡ്മിഷൻ നമ്പർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എന്റെ ഒരു സംശയം, അവർക്ക് ടെമ്പററി അഡ്മിഷൻ അതൊരു എൻക്വയറി നമ്പർ ആയിട്ട് കൊടുത്താൽ പോരെ? ഒരു അഡ്മിഷൻ നമ്പറിന് പകരം ഒരു ടെമ്പററി ആയിട്ട് തന്നെ ഒരു എൻക്വയറി നമ്പർ ആയിട്ട് അങ്ങനെ കൊടുത്താൽ മതിയാവില്ലേ? ക്ലയന്റ് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ക്ലയന്റ് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടാവും. ക്ലയന്റ് അവരുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാവും, അവരതേപോലെ ചെയ്യണം. നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനെ കുഴപ്പമില്ലാത്ത രീതിയിൽ, അവരുടെ റിക്വയർമെന്റ്സിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ക്ലയന്റ് എന്ത് ചെയ്യണു എന്നുള്ളത് അവരുടെ ഇന്റേണൽ അഫയേഴ്സ് ആണ്. അത് നമുക്ക്, അതായത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അവരെ ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ പറ്റും. അത് നമുക്ക് ഭാവിയിലേക്ക് അതൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവരോട് ചോദിക്കാം. അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു സൊല്യൂഷൻ പറയും. അത് നമ്മളെ സൊല്യൂഷന് വയബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കുകയാണ് വേണ്ടത്. അപ്പൊ അത് ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. അതായത് നമ്മുടെ സിസ്റ്റത്തേക്ക് ഡാറ്റ വരുമ്പോൾ ഡാറ്റ കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ റിപ്പോർട്ട്സ് എടുക്കുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരും. ഇപ്പോ സെയിം അഡ്മിഷൻ നമ്പറിൽ ഇത് അഭിഷേക് ഇവിടെ ഉണ്ടോ? അഭിഷേക് അറിയാം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ട്. അതായത് കുട്ടി 2 ക്ലാസ്സിൽ വന്നു പറഞ്ഞിട്ട്, അതായത് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 2 കുട്ടികൾക്ക് 2 ഐഡി ഉണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടിയുടെ പേര് മാറ്റിയിട്ടു. പേര് മാറ്റിയിട്ട് അഡ്മിഷൻ നമ്പർ മാറ്റിയിട്ടപ്പോ എന്തായി വെച്ചാൽ ആ കുട്ടി 2 ക്ലാസ്സിൽ വരുന്ന രീതിയിലായി. അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അഡ്മിഷൻ നമ്പർ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. അതായത് ഒരു കുട്ടി 2 ക്ലാസ്സിൽ വന്നു, അതാണ്. അതായത് ഇപ്പൊ നമ്മൾ സെയിം ഇപ്പൊ ഇതാണ്ട ഇവിടെ ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാ സെക്ഷൻ സെലക്ട് ചെയ്തു. അതായത് ഇവിടെ ഒരു അഡ്മിഷൻ നമ്പർ കൊടുത്തു. മറ്റേ കുട്ടിക്കും അറിയാതെ സെയിം, അതായത് കോപ്പി പേസ്റ്റ് ചെയ്യായിരിക്കും. എക്സലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാന്ന് വെച്ചോ. പുതിയ കുറച്ച് 10 അഡ്മിഷൻ വന്നിട്ടുണ്ട്, അവർക്ക് അഡ്മിഷൻ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യും, ഇവർ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സെയിം അഡ്മിഷൻ നമ്പറോട് ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, 2 കുട്ടികൾ സെയിം ക്ലാസ്സിൽ സെയിം അഡ്മിഷൻ നമ്പറിൽ കിടക്കും. അപ്പൊ അവര് പേര് കാണുമ്പോൾ എന്താ പറയാ ഡിഫറെന്റ് പേര് കാണുമ്പോൾ സെയിം അഡ്മിഷൻ നമ്പർ കാണുമ്പോൾ വിചാരിക്കും ഇത് ആദ്യത്തെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ആ പേരൊക്കെ മാറ്റിയിടും. അപ്പൊ എന്തുണ്ടാവും, ഒരേ പേരില് 2 കുട്ടികൾ സെയിം ക്ലാസ്സിൽ, അതല്ലെങ്കിൽ ഡിഫറെന്റ് ക്ലാസ്സിൽ സെയിം അഡ്മിഷൻ നമ്പറിൽ അങ്ങനെ വരും. അപ്പൊ അത് അവരോട് പ്രോപ്പറായിട്ട് ഇത് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്, അതായത് 2 ക്ലാസ്സിൽ സെയിം ഐഡിയയിൽ കുട്ടികൾ വരും എന്നുള്ളത് അവർക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കണം. കാര്യം മനസ്സിലായോ? അതായത് നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാനിത് 1 2 3 എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഇത് ഇങ്ങനെ കോപ്പി എടുത്ത് വെച്ചു. അവര് എക്സൽ ഷീറ്റിൽ നിന്നായിരിക്കും കോപ്പി എടുക്കണ്ടാവുക. നമ്മൾ വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ട 1 2 3 4 തന്നെ വന്നു. അവരിത് സ്പീഡിൽ അടിച്ചു പോകും. ഇതിങ്ങനെ ടാബ് അടിച്ച് പോവും. കുറെ ഫില്ല് ചെയ്യാണ്ടല്ലോ. അപ്പൊ 10 കുട്ടികളെ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് അല്ലേ. അപ്പൊ 10 ചിലപ്പോൾ 100 അഡ്മിഷൻ ഒരുമിച്ചായിരിക്കും അവർ ഫില്ല് ചെയ്യേണ്ടാവുക. അപ്പൊ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെയിം അഡ്മിഷൻ നമ്പർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതും അവരോട് പറയണം, ഡബിൾ ചെക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ അജയ് പറഞ്ഞത് സെയിം അഡ്മിഷൻ നമ്പർ തന്നെ 2 പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പൊ പറഞ്ഞത്. അതെ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി ആദ്യം ഇപ്പൊ ഒരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഇപ്പൊ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ടാണ് അടുത്തത് ചെയ്യണമെങ്കിൽ ഇവിടെ എറർ വരും. അതായത് ഒരു അലർട്ട് വരും, അതായത് ഓൾറെഡി എക്സിസ്റ്റ് എന്നുണ്ട്. പകരം ഇതിന് എന്താ പ്രശ്നം വെച്ചാല് ഒരാളല്ല 2 ആളെ ചെയ്യണമെന്ന് വെച്ചോ. ഇതൊരു ക്ലൗഡാണ്, 2 ആളെ ചെയ്യണമെന്ന് വെച്ചോ. അപ്പൊ ഇയാൾ ഇവിടെ അടിച്ച് സേവ് അടിക്കണം, അതേ സമയത്ത് അടുത്ത ആൾ ഇതേ സേവ് അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം കയറി പോകും, ചിലപ്പോൾ 2ഉം കയറി പോകും. കാരണം ഇൻ ബിറ്റ്വീൻ പ്രോസസ് ആണ്. അതായത് 2 ആൾക്കാർ ഇതിപ്പോ എവിടെ നിന്ന് വേണമെങ്കിൽ ആക്സസ് ചെയ്യാലോ. അപ്പൊ 2 ആളും അറ്റ് എ ടൈം ലൈവ് ആയിട്ട് അറ്റ് എ ടൈം കറക്റ്റ് പോയിന്റിൽ അടിച്ചു കഴിഞ്ഞാൽ 2ഉം ഒരേപോലെ കയറി പോകും.
അതായത് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഇത് സേവ് ചെയ്തിട്ടേ അടുത്ത് സേവ് ചെയ്യാൻ പാടുള്ളൂ. അത് ഇൻ ബിറ്റ്വീൻ ഒരു 10 seconds ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യം അടിച്ച് ക്ലിക്ക് ചെയ്ത ആൾക്കാരിക്കും. ബട്ട് അതായത് ഇതൊരു നാരോ ചാൻസ് ആണ്. അതായത് രണ്ടുപേരും ഒരേ സമയത്ത് അഡ്മിഷൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ കയറിപ്പോളത്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഞാൻ പറയാൻ കാരണം ഇത് ഇങ്ങനെയല്ല ശരിക്ക് കയറി പോവാ. നമ്മള് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ വരിക. മൈഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഈ അഡ്മിഷൻ നമ്പർ നമുക്ക് കിട്ടുന്ന ഡാറ്റ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യണം, ഈ എന്താ പറയാ, നിങ്ങൾ ചെക്ക് ചെയ്ത് തരികയാണെങ്കിൽ, CSV ചെക്ക് ചെയ്തിട്ട് തരികയാണെങ്കിൽ, കുറച്ചും ഡാറ്റ കറക്റ്റ് ചെയ്ത് നമുക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇത് ഫുൾ ഡാറ്റ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ, ഇത് ബാക്ക് എൻഡിൽ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പൊ CSV ആയിട്ട് കിട്ടുമ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇവിടെ അത്രയധികം ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് ഒരു മൈന്യൂട്ട് 0.001% ചാൻസ് ഉള്ളൂ അത് അങ്ങനെ വരാൻ. കാരണം ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണതിന്റെ ടൈമിംഗ് ആണ് അതിൽ ഇമ്പോർട്ടൻറ്റ്, രണ്ടുപേരും ഒരേ സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ. അതല്ലാതെ ഇവിടെ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്ത അഡ്മിഷൻ നമ്പർ വീണ്ടും എടുക്കില്ല. പിന്നെ ഇത് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് യാതൊരു പ്രസക്തി ഇല്ല, കാരണം ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡിൽ നിന്ന് ജനറേറ്റ് ആവും. പിന്നെ റോൾ നമ്പർ എന്ന് പറയുന്നത് ക്ലാസ്സിലെ റോൾ നമ്പർ. ഹലോ, ഓക്കെ. പിന്നെ ഇവിടെ ക്ലാസ്, സെക്ഷൻ, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ കാറ്റഗറി. കാറ്റഗറി നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത് കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ, സ്റ്റുഡന്റ് കാറ്റഗറി. ഹലോ, കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ? കാറ്റഗറി എന്ന് പറയുമ്പോൾ അതായത് കാറ്റഗറി നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാറ്റഗറീസ്. അതായത് ജനറൽ, OBC, SC, അതെങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കാറ്റഗറി വേണമെങ്കിൽ, അതിപ്പോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാറ്റഗറി നെയിം അടിച്ചു കഴിഞ്ഞാൽ അത് വരും. കണ്ടില്ലേ? അപ്പൊ അത് കാറ്റഗറി, കാസ്റ്റ്, മൊബൈൽ നമ്പർ, ഇമെയിൽ, അഡ്മിഷൻ നമ്പർ, ഫോട്ടോ ആഡ് ചെയ്യാൻ. കാറ്റഗറി നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അഡീഷണൽ ആയിട്ട് പുതിയ കാറ്റഗറീസ്? അതിലിപ്പോ കാണിച്ചു തന്നെ, അതില് കാണിച്ചു തന്നെ, കണ്ടില്ലേ? ഓക്കെ. കാറ്റഗറീസില് ടെസ്റ്റ് 2 അതൊക്കെ ഇങ്ങനെ വരും. പിന്നെ റിലീജിയൻ, കാസ്റ്റ്, ഇമെയില്, അഡ്മിഷൻ ഡേറ്റ്, ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, ബ്ലഡ് ഗ്രൂപ്പ്, സ്റ്റുഡന്റ് ഹൗസ്. ഈ സ്റ്റുഡന്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ചില സ്കൂളുകളിൽ ഓരോ ഹൗസുകൾ പല ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടാവുമല്ലോ, സ്പോർട്സിനും മറ്റതിനും വേണ്ടിയിട്ട്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റുഡന്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റുഡന്റ് ഹൗസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റെഡ്, ഗ്രീൻ, ഇവിടെ ഗ്രീൻ വന്നു. പിന്നെ ഹൈറ്റ്, വെയിറ്റ്, അസൗണ്ട് ഡേറ്റ്. പിന്നെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതായത് ഇപ്പൊ ഇതൊരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാണ്, ആ കുട്ടിക്ക് ഒരു സിബ്ലിംഗ് ഉണ്ട് എന്ന് വെക്കുകയാണെങ്കിൽ, ഓൾറെഡി ഉള്ള കുട്ടിയാണ്, അതായത് ഇപ്പൊ ഓൾറെഡി ഒരു ജോയിൻ ചെയ്ത കുട്ടിയുടെ സിബ്ലിംഗ് ജോയിൻ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ കുട്ടിയുടെ ക്ലാസ്, സെക്ഷൻ, ഇതില് ക്ലാസ്, സ്റ്റുഡന്റിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ, ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സിബ്ലിംഗ് ആയിട്ട് മാറും. ഓക്കെ, ഓൾറെഡി സിബ്ലിംഗ് ആണ് പുതിയ സ്റ്റുഡന്റ് എങ്കിൽ, അപ്പൊ സിബ്ലിംഗ് ആയിട്ട് മാറും. പിന്നെ ഫാദർ നെയിം, ഫാദർ ഫോണ്, ഫാദർ ഓക്യുപ്പേഷൻ, ജനറൽ ഡീറ്റെയിൽസ്. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് മോർ ഡീറ്റെയിൽസ് എന്നൊരു സാധനമുണ്ട്. സ്റ്റുഡന്റ് അഡ്രസ് ഡീറ്റെയിൽസ്, ഗാർഡിയൻ അഡ്രസ്, കറന്റ് അഡ്രസ്, ഇഫ് പാരന്റ് അഡ്രസ് ഈസ് കറന്റ് അഡ്രസ്. പിന്നെ ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട്, അതായത് സ്കൂളിലെ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്ന ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹോസ്റ്റൽ എടുക്കുന്നെങ്കിൽ ഹോസ്റ്റല്, റൂം നമ്പർ, പിന്നെ നാഷണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ലോക്കൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഈ പ്രീവിയസ് സ്കൂൾ ഫയൽസ്. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിരിക്കും. കാരണം ആൾക്ക് ഇപ്പൊ ക്ലയന്റിന് ഇപ്പൊ 4 ഡോക്യുമെന്റ് അല്ല 6 ഡോക്യുമെന്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ
ദിസ് വിൽ ഇൻക്രീസ്. അതേപോലെ ഈ ഡീറ്റെയിൽസിലൊക്കെ അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് മാറുകയാണെങ്കിൽ നെക്സ്റ്റ് മാറും. ഇതാണ് സ്റ്റുഡന്റ് അഡ്മിഷൻ ഫോം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഓൺലൈൻ അഡ്മിഷൻ നമ്മളിപ്പോ ചെയ്യുന്നില്ല. അതിന് പകരം അവിടെ ഈ പോർട്ടലില് നമ്മള് ഒരു ഫോം വെച്ചിട്ട് അവിടെ നിന്നുള്ള അഡ്മിഷൻ എടുത്ത് നമ്മളിവിടെ സിസ്റ്റത്തില് അഡ്മിഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റുഡൻസിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് സ്റ്റുഡൻസിന് അഡ്മിഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതിൽ കുറെ കുട്ടികളുണ്ടാവും. ഇപ്പൊ ക്ലാസ് 2 എത്ര ഡിവിഷൻ ഉണ്ട് അത്രയും കുട്ടികൾ ഇവിടെ കാണിക്കും. ഇവിടെ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നടക്കുന്നത്. അവിടെ ക്ലാസ് സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇനിയിപ്പോ ഇത് ഇവിടെ എങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം അഡ്മിഷൻ നമ്പർ ആയതുകൊണ്ടാണ്. അതുപോലെ സംശയം, നമുക്ക് ഈ ഓരോ സ്കൂളിന്റെ ERP മൊഡ്യൂൾസ് സ്കൂളിന്റെ അടുത്തും നമ്മുടെ അടുത്തും അതിന്റെ അഡ്മിൻ കൺസോൾ ഉണ്ടാവും അല്ലേ? അങ്ങനെയാണോ? ഉണ്ടാവും. ഓക്കെ. സ്നേഹ, എനിക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ സ്കൂളിന്റെ അഡ്മിൻ കൺസോളിന്റെ അഡ്മിൻസ് പാസ്വേഡ്. മനസ്സിലായില്ല. അല്ല, സ്നേഹയുടെ അടുത്ത് അല്ല, സ്കൂളിന്റെ അഡ്മിഷൻ. ഓക്കെ. ഇപ്പൊ സ്കൂളുകൾ യൂസ് ചെയ്യുന്നില്ല. സ്നേഹ, അതെ സ്നേഹ, ഇപ്പൊ ചിന്മയ, പിന്നെ സീഡ്, പിന്നെ MTM ഈ മൂന്നും ആക്സസിബിൾ ആവില്ല കേട്ടോ. സ്നേഹ അവിടെ പറയണേ. സ്നേഹ, അതായത് ചിന്മയ, സീഡ്, MTM ഈ മൂന്നും അക്കൗണ്ടും മരവിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവില്ല. ഞാൻ പറയാണ് ഫോർ ഇൻഫർമേഷൻ. സീഡ് ബ്ലോക്ക്ഡ് ആണ്, ചിന്മയ ബ്ലോക്ക്ഡ് ആണ്, MTM ബ്ലോക്ക്ഡ് ആണ്. ഓക്കേ. അപ്പോൾ MES മാത്രം ഷെയർ ചെയ്താൽ മതി ഇപ്പോ കറന്റ്ലി? അതെ. MES ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓ, അത് അവിടുത്തെ കണക്ഷൻ ആണല്ലോ അല്ലേ? അതെ. MES ഷെയർ ചെയ്യാൻ പറ്റില്ല. MES അത് നമ്മൾ അവരുടെ ലോക്കൽ സെർവറിലാണ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ. അപ്പൊ MESല് അവരുടെ റിമോട്ട് സെർവർ ആണ്. അവർക്ക് മാത്രമായിട്ട്, നമ്മുടെ ക്ലൗഡ് അല്ല. സോ അവരുടെ ഡാറ്റ സെക്യൂരിറ്റി വേണ്ടിയിട്ട് അവരെ ഒന്നും നമുക്ക് ഷെയർ ചെയ്യില്ല. നമ്മൾ അവരുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് ചെയ്യാറേ ഉള്ളൂ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ടാക്യോന്റെ ഷെയർ ചെയ്യാൻ പറ്റില്ല. ടാക്യോണ്ട് എനിക്ക് പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മാം പറഞ്ഞിട്ടുള്ളത്. സോ ടാക്യോൺ ഷെയർ ചെയ്യാൻ പറ്റില്ല. ലേണേഴ്സ് നോട്ടും ഷെയർ ചെയ്യാൻ. ഓക്കെ. അല്ല, ടാക്യോണ്ട് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട കുഴപ്പമില്ല. പക്ഷെ അത് ആക്സസ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ടാക്യോണ്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റില്ല. ലേണേഴ്സ് നോട്ടിന് ഷെയർ ചെയ്യേണ്ട കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അത് മാമിനെ കൺഫർമേഷൻ എടുത്തിട്ട് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഹലോ, കുഴപ്പമില്ല. അത് കമ്പനി പ്രൊസീജിയർ അങ്ങനെയാണോ അതനുസരിച്ചിട്ട്. അതെന്താ വെച്ചാല് എനിക്ക് പോലും ആക്സസ് ചെയ്യാൻ പാടില്ല പ്ലാൻ പ്രത്യേകം പറയുന്നത്. ഏത് ടാക്യോൺ 360 ടാക്യോണിന്റെ ERP. കാരണം നമ്മുടെ സ്റ്റാഫിന്റെ ഡാറ്റ ഇൻക്ലൂഡഡ് ആയതുകൊണ്ടേ കമ്പനി പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. കുഴപ്പമില്ല. അതായത് സ്കൂളിന്റെ എന്തായാലും ഷെയർ ചെയ്യും. കാരണം MESന് അങ്ങനെ ഷെയർ ചെയ്യാൻ ഇല്ല, ക്രെഡൻഷ്യൽ ഇല്ല. എന്ന് വെച്ചാൽ സ്നേഹ MESന്റെ ക്രെഡൻഷ്യൽ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ അത് റിമോട്ട്ലി ആക്സസിബിൾ ആണ്. അത് ഓൾറെഡി ലോഗിൻ ആണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഈ ക്രെഡൻഷ്യൽ ഒന്നും വേണ്ട, ഓൾറെഡി ലോഗിൻ ആണ്. അവിടെ ലോഗിൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് സൂക്ഷിക്കണം മാത്രം. കാരണം ഓട്ടോ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ലോഗിൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഫയർഫോക്സിൽ ലോഗിൻ. ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് പർപ്പസ് വരുമോ? വരും. MES എന്തായാലും വരാറുണ്ട്.
അല്ല, ഈ നമുക്ക് ഈ അഡ്മിൻ കൺസോൾ ERP അഡ്മിൻ കൺസോൾ കേട്ടാൽ എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിംഗ് വരുമോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്താൽ പോരെ? അല്ല, എനിക്ക് ഫോർവേഡ് ചെയ്യാറാണ് പതിവ്. ഞാൻ ബാക്കിൽ കൂടെ ചെയ്യാം. കാരണം അത് ഫ്രണ്ടിൽ കൂടെ, അതായത് ആ ഫ്രണ്ടിൽ കൂടെ അവർക്ക് ചെയ്യാൻ കൊളാക്കി വെച്ചിട്ടാണ് അവർ കൊണ്ടുതരിക. അപ്പൊ അങ്ങനെ ഒരു കോൾ വരികയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്താൽ പോരെ അങ്ങനെയാണെങ്കിൽ? അതെ, അത് എനിക്ക് ഫോർവേഡ് ചെയ്യാൻ. അപ്പൊ ഞാൻ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അതെ, പക്ഷെ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സംശയം ചോദിക്കും, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അതങ്ങനെ ഞാൻ അഭിഷേകിനെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിഷേക്, ഹലോ. അതെ, MES അല്ലേ? MESന്റെ ട്രെയിനിങ് ഓക്കെ അല്ലേ? ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇരുന്ന് അതൊന്നും ക്ലാരിഫൈ ചെയ്യാം. അത് എന്ന് വെച്ചാൽ ഓരോ കസ്റ്റമാണ്. അത് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എല്ലാ മൊഡ്യൂളും പറഞ്ഞു പോകുമ്പോൾ അത് ഓരോന്നും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. അതെന്ന് വെച്ചാൽ ഇത് NTR ഒന്നുമില്ല. അവർക്ക് ആകെ കൊടുത്തിട്ടുള്ളത് ഫീ കളക്ഷൻ മൊഡ്യൂൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അവർക്ക് ഫീ ക്രിയേറ്റ് ചെയ്യാം, കളക്ട് ചെയ്യാം. അത് മാത്രമേ അവർക്കുള്ളൂ. സ്റ്റുഡൻസിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഡിസേബിൾസ് എന്ന് വെച്ചാൽ സ്റ്റുഡന്റ് ഡീറ്റെയിൽസിന് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് നമുക്ക് സ്റ്റുഡൻസിന്റെ പ്രൊഫൈൽ ഉണ്ട്. ഇങ്ങനെ ഒരു പ്രൊഫൈൽ കിട്ടും. ഈ പ്രൊഫൈലിൽ നമുക്ക് ഫീസ് ഉണ്ട്, എക്സാം ഉണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്, ടൈം ഉണ്ട്. ഈ എക്സാം ഉണ്ടാവില്ല. ഈ എക്സാമിന്റെ ഈ വ്യൂ ഏതെന്ന് പറയുന്നത്, ഞാനിപ്പോ സർവീസ് അക്കൗണ്ട് എടുത്തുകൊണ്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇതൊന്നും ഉണ്ടാവില്ല. ഡോക്യുമെന്റ്സ് ഉണ്ടാവും, ടൈം ലൈൻ ഉണ്ടാവും, ഫീസ് ഉണ്ടാവും, പ്രൊഫൈൽ ഉണ്ടാവും. ഈ ഫീസ് എന്നുള്ളത് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ കാണും. അപ്പൊ ഇതാണ് സ്റ്റുഡൻസിന്റെ പ്രൊഫൈല്. നമുക്കതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ അഡ്മിഷൻ സമയത്ത് ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിന്റെ ഒരു വിധം കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുന്ന് കളക്ട് ഫീസ് എന്നുള്ള വിൻഡോയ്ക്ക് പോകാം. പിന്നെ ലോഗിൻ ഡീറ്റെയിൽസ് ഇവിടുന്ന് കിട്ടും. പിന്നെ ഈ കുട്ടീനെ ഇവിടുന്ന് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഈ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ആക്റ്റീവ് സ്റ്റാറ്റസിൽ നിന്ന് ഡിസേബിൾ സ്റ്റാറ്റസിലേക്ക് മാറും. അപ്പൊ ഇവിടെ ഡിസേബിൾ ചെയ്യുമ്പോൾ അതിന്റെ റീസൺ ചോദിക്കും. ആർ യു ഷ്യൂർ യു വാണ്ട് ടു ഡിസേബിൾ ദ സ്റ്റുഡന്റ്? ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റീസൺ ചോദിക്കും, ഡേറ്റ്, നോട്ട്. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി ഡിസേബിൾ ആവും. ഈ സ്റ്റുഡന്റ് റീസെറ്റ് പാസ്വേഡ് ഒന്നും നമ്മളിവിടെ ചെയ്യില്ല. കാരണം സ്റ്റുഡൻസിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് പോർട്ടലിലാണ്. അപ്പൊ സ്റ്റുഡൻസിന് ഇവിടുത്തെ പാസ്വേഡ് സ്റ്റുഡൻസിന് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് ഡിസേബിൾ സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസേബിൾ സ്റ്റുഡൻസിനെ നമുക്ക് ഇവിടുന്ന് വീണ്ടും എനേബിൾ ചെയ്യാം. ഇപ്പൊ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത സ്റ്റുഡൻസുകളെ വീണ്ടും നമുക്ക് തിരിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? തിരിച്ച് നമുക്കിവിടെ ഇവിടെ പോയിട്ട് ഈ തംസ് അപ്പ് ആക്കി കഴിഞ്ഞാൽ എനേബിൾ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ? ഇല്ല. ഓക്കെ. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ബൾക്ക് ഡിലീറ്റ്. ഇപ്പൊ ഒരു ക്ലാസ്സിലെ കുട്ടികളെ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യണം. അതായത് ഈ കുട്ടികളെ ഒന്നും വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൾക്കായിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇനി അതല്ല, ആ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ആ കുട്ടികള് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡിലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാല് നമ്മുടെ റെക്കോർഡ് ഡിലീറ്റ് ആയി പോകും. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിന് പകരം ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ റെക്കോർഡ് കീപ്പ് ചെയ്യും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ആ കുട്ടിയുടെ റെക്കോർഡ് ഉണ്ടാവില്ല. അതാണ് അടുത്ത പോയിന്റ്. ഒരു സംശയം, നമുക്ക് റീസൈക്കിൾ ബിൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത ഒരു കുട്ടീനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഡിലീറ്റ് ചെയ്ത കുട്ടീനെ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പകരം ഡിസേബിൾ ചെയ്ത കുട്ടീനെ റിക്കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ അവര് അബദ്ധവശാല് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആയി പോയി, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ സെയിം അഡ്മിഷൻ നമ്പർ വെച്ചിട്ട് രണ്ടാമത് മാനുവലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും? മാനുവലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് മാത്രം കിട്ടിയാൽ മതി. അതായത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ കുട്ടി എക്സാം എഴുതിയിട്ടുണ്ടോ ബാക്കിയുള്ളതൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്, ചെറിയ പ്രശ്നമുണ്ട്. കുട്ടിയുടെ ഡീറ്റെയിൽസ് മാത്രം കിട്ടിയാൽ പോരാ, ബാക്കപ്പ് വേണം. അതായത് ബാക്കപ്പ് ഉണ്ടായാൽ മാത്രമാണ് തിരിച്ചു കിട്ടുള്ളൂ. കാരണം കുട്ടീനെ ആഡ് ചെയ്യാൻ പറ്റും, പക്ഷെ കുട്ടിയുടെ ഡീറ്റെയിൽസ് മിസ്മാച്ച് ആയി പോകും. കാരണം നമ്മള് ഡിലീറ്റ് ചെയ്ത് പോവാണ്, ഒരു റോ മൊത്തം ഡിലീറ്റ് ചെയ്ത് പോവാണ്. ആ റെഫറൻസേ ഇല്ല. ബാക്കിയുള്ള റെഫറൻസ് ഒക്കെ നിൽക്കും, പക്ഷെ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് മൊത്തം പോകും. അപ്പൊ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കുട്ടീനെ ആഡ് ചെയ്യാം, ഫ്രഷ് ആയിട്ട് ചെയ്യേണ്ടി വരും മാത്രം. അതായത്
അല്ലെങ്കിൽ ബാക്കപ്പ് വേണ്ടി വരും. ബാക്കപ്പ് നോക്കിയിട്ട് ഡാറ്റ റിക്കവറി ഒക്കെ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഓ അല്ല, അപ്പൊ ഒരു സിംഗിൾ എൻട്രി അബദ്ധവശാൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ മൊത്തം ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യേണ്ടി വരും? റീസ്റ്റോർ ചെയ്യേണ്ടി വരില്ല, ബാക്കപ്പ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ അതിൽ നിന്ന് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതിന് ബാക്കപ്സ് ക്ലൗഡ് ആയതുകൊണ്ടുണ്ട്. പിന്നെ സ്റ്റുഡന്റ് കാറ്റഗറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഈ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള തന്നെയാണ്. ഈ സ്റ്റുഡന്റ് ഹൗസും ഇതൊക്കെ അതിനുള്ള സെറ്റിംഗ്സ് ആണ്. പിന്നെ ഡിസേബിൾ റീസൺ, ഈ ഡിസേബിൾ റീസണും സ്റ്റുഡന്റ് ഡിസേബിൾ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട റീസൺസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മെനു ആണിത്. അതായത് സെറ്റിംഗ്സ് മെനു ആണ് ഈ മൂന്നും. സ്റ്റുഡന്റ് കാറ്റഗറീസ് സെറ്റ് ചെയ്യാം, നമുക്ക് സ്റ്റുഡന്റ് ഹൗസ് സെറ്റ് ചെയ്യാം, ഡിസേബിൾ റീസൺ സെറ്റ് ചെയ്യാം. ഇത് മൂന്നും സെറ്റിംഗ് മെനു ആണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള, അതായത് സ്റ്റുഡന്റിനെ ഡിസേബിൾ ചെയ്യാനുള്ള റീസൺ മെനുവിലേക്ക് വരാൻ വേണ്ടിയാണ് ഡിസേബിൾ റീസൺ എന്നുള്ളത്. സ്റ്റുഡന്റ് ഹൗസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് സ്റ്റുഡന്റ് ഹൗസ്. അതായത് സ്റ്റുഡന്റ് ഹൗസ് ഗ്രീൻ റെഡ്. ഓക്കെ. പിന്നെ സ്റ്റുഡന്റ് കാറ്റഗറീസ് നമുക്ക് അവിടെ, അതായത് അഡ്മിഷന് വേണ്ടിയിട്ട് കാറ്റഗറീസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണിത്. ഓക്കെ. ഇവിടെ നമുക്ക് എഡിറ്റും ഡിലീറ്റും ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യും എന്താണ് ഫങ്ഷനാലിറ്റി എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് സ്റ്റുഡന്റ് ഇൻഫർമേഷൻ ഉള്ളത്. ഇനി നമുക്ക് ഫീ കളക്ഷൻ ആണ്. ഫീ കളക്ഷൻ കുറെ പറയാനുണ്ട്. പിന്നെ 11 മണിയായി. അല്ല, ഫീ കളക്ഷൻ പറയാം. ഫീ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഫീ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ഫീ ടൈപ്പുകൾ. അതായത് നമ്മൾ എന്തിനാണ് ഫീ മേടിക്കാൻ ഉദ്ദേശിക്കണേ? ബസ് ഫീ ആണോ, ലാബ് ഫീ ആണോ, ട്യൂഷൻ ഫീ ആണോ, അഡ്മിഷൻ ഫീ ആണോ, എന്താണ്, അതായത് എന്താണ് ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇതൊരു സെറ്റിംഗ് പേജ് ആണ്. അതായത് ഫീസിന്റെ, അതായത് ഫീ മാസ്റ്റർ എന്ന് പറയുന്നിട്ടുള്ള ഒരു സെറ്റിംഗ്സിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് ഇത്. സോ ഇവിടെ ഫീ ടൈപ്പ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് ഫീസിന്റെ പേര്, അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി ഈ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യും. അതായത് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ ഇതിന് എന്ന് വെച്ചാൽ നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോട്ട് ബുക്ക് അല്ല ബുക്സ് എന്നിട്ട് ഇവിടെ ഇതാണ് കോഡ്. കണ്ട, ഇങ്ങനെയൊക്കെ കോഡ് വരാം. കോഡ് നമ്മൾ മാനുവലായിട്ട് അടിച്ചു കൊടുക്കണം. അത് അവരുടെ കോഡ് അവർ മാനുവലായിട്ട് അടിച്ചു കൊടുക്കണം. അത് കോഡ് അല്ലെങ്കിൽ ബുക്ക് ഫീസ് തന്നെ അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഈ കോഡ് വേണമെങ്കിൽ കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ വന്നില്ലേ? അപ്പൊ ഇതിന്റെ കോഡ് ഇങ്ങനെ. അപ്പൊ ഇതിങ്ങനെ വന്നു. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്തത് ഫീ ഗ്രൂപ്പ്. അതായത് ഇപ്പോ ഫീ ഗ്രൂപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ക്ലാസ് 1 നമ്മൾ പഠിക്കുന്ന ഫീസ് ആയിരിക്കില്ല ക്ലാസ് 2 പഠിക്കുന്നത്, ക്ലാസ് 3 പഠിക്കുന്ന ഫീസ് ആയിരിക്കില്ല ക്ലാസ് 4. അപ്പൊ അതേപോലെ ഇപ്പൊ അത് മാത്രല്ല, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഫീ ഗ്രൂപ്പ്, അതായത് ഇപ്പൊ സ്പോർട്സ് അല്ലെങ്കിൽ എന്താ ഒരു ടെസ്റ്റ് ഗ്രൂപ്പ്, അതായത് ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ പർട്ടിക്കുലർ ഗ്രൂപ്പ് എല്ലാവർക്കും വേണ്ട ഫീസ്, ആ ഗ്രൂപ്പിൽ പെട്ടവർക്ക് മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ളപ്പോ ആ ഗ്രൂപ്പിന് ഇപ്പൊ ടെസ്റ്റ് ഗ്രൂപ്പ് ഓൺലി ഗ്രൂപ്പ് പേ, അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതാണ് ഫീ മാസ്റ്റർ. ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതായത് ആദ്യം ഫീ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു.
പി ടൈപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ എന്താണ് പി എന്ന് പറയുന്നത്. ഉം. അത് ഏത് ഗ്രൂപ്പിലേക്ക് വേണം എന്നത് തീരുമാനിക്കുന്നത് ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ഇവിടെ കുറെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പർട്ടിക്കുലർ പീസസ് ഏതൊക്കെ ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പിന്നീടാണ്. അപ്പൊ പി മാസ്റ്റർ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? ഇത് ഓൾറെഡി ഉള്ളതാണ്. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ടെസ്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ബുക്ക് ഫീ ആഡ് ചെയ്തു. ഡ്യൂ ഡേറ്റ് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫീ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യണത്. അതായത് ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനോ ഏതൊക്കെ ഫീസ് വേണമെന്നുള്ളത് ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇപ്പൊ ഡ്യൂ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത് ആഗസ്റ്റ് 31 കൊടുത്തു. എമൗണ്ട് 1500 കൊടുത്തു. ഇത് ഫൈൻ എമൗണ്ട് വേണമെങ്കിൽ തീരുമാനിക്കാം, വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അങ്ങനെ അതായത് പെർസെൻറ്റേജ്, ഫിക്സഡ് എമൗണ്ട് എങ്ങനെയാണ് ചെയ്യും. പെർസെൻറ്റേജ് ആണെങ്കിൽ ആ പെർസെൻറ്റേജ്, ഫിക്സഡ് ആണെങ്കിൽ ഫിക്സഡ് എമൗണ്ട്, അങ്ങനെ. അപ്പൊ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ട ഇവിടെ പുതിയൊരു വന്നണ്ട 1500. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. അപ്പൊ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പി മാസ്റ്റർ. അതായത് പി മാസ്റ്ററിൽ ഈ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ഫീ ആയിട്ട് ഇത്ര എമൗണ്ടിന് ക്രിയേറ്റ് ആയി. ഇനി ഇത് കുട്ടികൾക്ക് അസൈൻ ചെയ്യണം. ഈ കുട്ടികൾക്ക് അസൈൻ ചെയ്യാൻ കണ്ടോ അവിടെ അസൈൻ വ്യൂ സ്റ്റുഡൻസ് കൊണ്ട് കണ്ടോ? ഹലോ, അല്ല അപ്പൊ അതിന്റെ മുകളില് ഇപ്പൊ ഒരു ഗ്രൂപ്പില് രണ്ട് ഫീസ് കാണുന്നുണ്ടല്ലേ, 8500. ഒരു ഗ്രൂപ്പില് ഫീ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോ മൾട്ടിപ്പിൾ ഫീസ് ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണോ? അതെ. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോ അങ്ങനെ ആഡ് ചെയ്തു. ഓക്കെ, രണ്ടെണ്ണം വന്നില്ലേ? ഇനി ഇപ്പൊ ഈ രണ്ട് ഇതും കുട്ടികൾക്ക് അസൈൻ ചെയ്യണം. അതായത് ഈ ടെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അസൈൻ ചെയ്യണം. അത് ഏതൊക്കെ കുട്ടികൾക്ക് അസൈൻ ചെയ്യണം എന്നുള്ളത് ഇവിടെ അസൈനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇപ്പൊ ഇതില് ക്ലാസ് 2 സെക്ഷൻ എ സെർച്ച് ചെയ്തു, കണ്ടില്ലേ? ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ ഗ്രൂപ്പില് ഈ കുട്ടിക്ക് ഇത് മാത്രം വേണ്ട വെച്ചെങ്കിൽ ഇതിങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഓള് സെലക്ട് ചെയ്തിട്ട് ഓള് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം, ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ആയി. അപ്പൊ ഇത് മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഉണ്ട ഇതൊക്കെ നമുക്ക് ഇവിടെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് സെലക്ട് ചെയ്യുക, ബസ് ഫീസ് ആണ് സെലക്ട് ചെയ്യുക, സെർച്ച് സേവ് ചെയ്യുക. അതല്ല, ഇത് എന്ന് പറയുന്നത് ഒരു ബഗ്ഗാണ്. അത് ഒറിജിനലി ഉണ്ടാവില്ല. ഇതെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 പ്രാവശ്യം ആക്സസ് ചെയ്തതിന്റെ ഇതാണ് കാണിക്കുന്നത്. പക്ഷെ ഒറിജിനല് ഇതിങ്ങനെയല്ല വരിക. ഇതിന്റെ താഴെ ഒരു ഇത് വരും, ലിസ്റ്റ് വരും ഈ കുട്ടിയുടെ താഴെ. ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഈ ഡെമോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഇത് 10 പ്രാവശ്യം എന്ന് വെച്ചാൽ 10 പ്രാവശ്യം ഈ കുട്ടിക്ക് ഈ 10 ബസ് ഫീസും ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് കാര്യം. അത് ഇവിടെ താഴെ ഒരു ലിസ്റ്റ് ബോക്സിൽ വരും 10 ഇത്. അങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഇതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. അത് ലൈവില് ചെയ്തിട്ടുണ്ട്, ഇതില് അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ ഇത് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഹലോ,
ക്ലാസ് ഇതിപ്പോ ഓരോ കുട്ടിക്കും അത്രയും എമൗണ്ട് ആഡ് ചെയ്യുന്നതിന്റെ ലിസ്റ്റാണ്. അപ്പൊ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതായി. അപ്പൊ ഇത് കുട്ടിക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കുട്ടിയുടെ നമുക്ക് ഫീസ് കളക്ട് ചെയ്യണം. ഫീസ് ആ കുട്ടിക്ക് അസൈൻ ആയി, കളക്ട് ഫീസ് ഉണ്ട്. നമ്മളിവിടെ സെർച്ച് ചെയ്യണം ആ കുട്ടീനെ. ഇതൊരു ഓപ്ഷൻ. ഈ കുട്ടിക്കല്ല, ബാക്ക്. ഓക്കെ. ഇതാണ് കളക്ഷൻ വ്യൂ. ഇപ്പൊ ഇത് 3 ഓപ്ഷൻ: പ്രിന്റ് സെലക്ടഡ്, കളക്ട് സെലക്ടഡ്, ഡിലീറ്റ് സെലക്ടഡ്. ഇതിപ്പോ നമുക്ക് ഇവിടെ റിവേർട്ട് ചെയ്യാൻ. ഓക്കെ, ഇതാണ് വ്യൂ, കളക്ഷൻ വ്യൂ എന്ന് പറഞ്ഞത്. അതായത് ഇപ്പൊ പുതിയായിട്ടൊരു കളക്ഷൻ ഞാനിപ്പോ റിവേഴ്സ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ആദ്യം ഫീ അസൈൻ ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ ആയിരിക്കും. അതായത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചോ, ഇതെങ്ങനെയായിരിക്കും ഫീ അടയ്ക്കാത്ത ഇത് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഇനി ഇതെന്ന് വെച്ചാല് ആഡ് ഫീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആഡ് ഫീ, എഡിറ്റ്, ഡിലീറ്റ്, പ്രിന്റ്, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഇതിലെന്ന് വെച്ചാൽ ആഡ് ഫീസ് അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമുക്ക് ഫീസ് അടയ്ക്കാനുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക് വന്നു. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ്, ഡിസ്കൗണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ക്യാഷ്, നോട്ട് ഉണ്ടെങ്കിൽ കളക്ട് ഫീസ്. കളക്ട് പ്രിന്റിലേക്ക് പോകും. കളക്ട് ഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ കളക്ട് ആവും. ഇതിങ്ങനെ ഒരു ഓപ്ഷൻ. ഓക്കെ. അപ്പൊ അതായത് കുട്ടികളുടെ നിന്ന് പൈസ മേടിച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെയാണോ? അതെ. ഓക്കെ. ഓക്കെ. പിന്നെ എന്നുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഈ കുട്ടിക്ക് 1000 ഫീസ്, ആ കുട്ടി 500 അടച്ചിട്ടുള്ളൂ, കളക്ട് ചെയ്തു. അപ്പൊ കുട്ടി പാർഷ്യലേ അടച്ചിട്ടുള്ളൂ ഇത്. ഇനി ആ കുട്ടി അടയ്ക്കാനുള്ളത് 500. ആ കുട്ടി അടയ്ക്കുന്നത് അടുത്ത ഡേറ്റിന് ആ കുട്ടി അടയ്ക്കണം. അപ്പൊ അടുത്തതായിട്ട് ആ കുട്ടി വീണ്ടും 500 അടച്ചതായിട്ട് വരും. വേറൊരു ഡേറ്റ് ആണെങ്കിൽ വേറെ ഡേറ്റില്. ഓക്കെ. പിന്നെ നമുക്ക് ഒരു കണ്ടീഷൻ ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പലപ്പോഴായിട്ട് പലതിലും മാറ്റം വരും. ഇപ്പൊ ഇതില് 1001 രൂപ കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പറ്റില്ല. അതായത് നമ്മൾക്ക് കൂടുതൽ പൈസ കളക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് 1000 രൂപ ആണെങ്കിൽ 1000 രൂപയെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ. അതായത് ആ മാസം 1000 രൂപയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണമെങ്കിൽ 1000 രൂപയെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എഡിറ്റ് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 1000 എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മള് 2000 ആക്കി മാറ്റി. നമ്മൾ കളക്ട് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും പറ്റില്ല. അത് ഡെപ്പോസിറ്റ് cannot be greater than അങ്ങനെ. അത് വേറെ ഒരു ഇതിൽ, അതായത് ലേണേഴ്സ് നോട്ടില് നമ്മളത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ കൂടുതൽ മേടിക്കാൻ പാടില്ല. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മേടിക്കാം, പക്ഷെ കൂടുതൽ മേടിക്കാൻ പാടില്ല. നമുക്ക് ഫീ മാസ്റ്ററിൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഏത്? അത് അല്ല, ഫീ മാസ്റ്ററിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി അസൈൻ ചെയ്തതല്ലേ. അത് ഫീ മാസ്റ്ററിൽ പോയി ചേഞ്ച് ചെയ്യാം, പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പറയാൻ കാരണം എന്താ വെച്ചാല് ഒരു കുട്ടിക്കല്ലാതെ ഈ ഫീസ് അസൈൻ ചെയ്തിട്ടുണ്ടാവുക, ഈ ഷെഡ്യൂള്. അതായത് ഫീ ടൈപ്പ് ഇതൊരു ഫീ ടൈപ്പ് ആണ്.
ഇത് ഒരു കുട്ടിക്കല്ല അസൈൻ ചെയ്തിട്ടുണ്ടാവും, കുറെ കുട്ടികൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഫീ മാസ്റ്ററിൽ പോയി മാറ്റി കഴിഞ്ഞാൽ ആ എൻ്റെ ഫീ ഗ്രൂപ്പിലേക്ക് ഈ ചേഞ്ചസ് എഫക്റ്റ് ആവും. അപ്പൊ പകരം എന്ത് ചെയ്യണം, ഇപ്പൊ ഇതില് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് പോയിട്ട് അസൈൻ ചെയ്യണം. ആ ഫീ എന്താണ് മാറ്റുള്ളത് അത് അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ പഴയത് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും അല്ലേ, പഴയ കേസ്? അതെങ്ങനെയാ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഡിലീറ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കളക്ട് ചെയ്തു, അതായത് ഷെഡ്യൂൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോ റിവേഴ്സ് ചെയ്താണ്, ഷെഡ്യൂൾ കളക്ട് ചെയ്തതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനിത് റിവേഴ്സ് ചെയ്താലും ഇവിടെ ഷെഡ്യൂൾ കളക്ട് ചെയ്തുകൊണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഷെഡ്യൂൾ അങ്ങനെ എടുക്കും. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ ഷെഡ്യൂൾ കളക്ട് ചെയ്ത് ഞാൻ റിവേഴ്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ ഒരു അപ്ഡേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഷെഡ്യൂൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതിവിടെ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഷെഡ്യൂൾ എന്താ വെച്ചാൽ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടക്കണം എന്നാണ് അതിനർത്ഥം. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ എന്ത് ചെയ്യുന്നു, ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളക്ഷൻ ഇല്ലെങ്കിൽ ഈ റോ ഡിലീറ്റ് ആയി പോകും. അത് നമ്മുടെ MES-ലൊക്കെ ചെയ്തിട്ട് കണ്ട്. അപ്പൊ ഇതില് എഡിറ്റ് ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇതില് നമ്മള് 1/8 മുതൽ 15/8 വരെ വന്നിട്ടുള്ളൂ കളക്ട് ഫീസ്. ഒന്നുണ്ടായി വേണല്ലേ, ആ ഫീസിന്റെ എമൗണ്ട് മാറി. അതായത് ഇപ്പോ ആക്ച്വൽ ഫീസ് ഇവിടെ ആക്ച്വൽ ഫീസ് 1000 ആണ്. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇതിപ്പോ ബസ്സിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇത്. അത് ബാക്കിയുള്ളതിനും ചെയ്യാം. ഇപ്പൊ ആക്ച്വൽ ഫീസ് 1000 ആണ്. അപ്പൊ ബസ് ഒരു 30 ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് ഇപ്പൊ ആ കുട്ടി 1 മുതൽ 7 ദിവസം വന്നിട്ടുള്ളൂ. അപ്പൊ ആ കുട്ടി അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് 233 രൂപ അടയ്ക്കണ്ടോ. അതേ കളക്ട് ആവുള്ളൂ. ഇതെന്ന് പറയുന്നത് പാർഷ്യൽ പേയ്മെന്റ്സിന് നൽകാണ്. അതായത് ഇത് ഈ കുട്ടിക്ക് മാത്രം ബാധകമാവുന്ന ഫീസാണ്. ഇത് ബാക്കിയുള്ള ഫീ മാസ്റ്ററിനെ ഒന്നിനെ എഫക്ട് ചെയ്യില്ല. ഇതേപോലത്തെ പല അപ്ഡേറ്റ്സ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം, ഇത് കസ്റ്റമൈസ് ചെയ്ത കാര്യം പറയാൻ പറ്റില്ല. നമ്മൾ നോർമലി നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നോർമലി നടക്കുന്ന പറഞ്ഞാൽ ഫീസ് നമുക്ക് എക്സ്ട്രാ ഇതിന് 1 രൂപ കൂടുതൽ മേടിക്കാൻ പറ്റില്ല. എഡിറ്റ് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എന്തിനാണ് ബേസ് ചെയ്തിട്ട് ഇപ്പൊ എത്ര ദിവസത്തിനാണ് കണക്കാക്കിയിട്ട് അത്രയും ദിവസത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഫീസ് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പൊ ട്യൂഷൻ ഫീസാന്ന് വെച്ചോ, ഒരു മാസത്തെ ട്യൂഷൻ ഫീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ട്യൂഷൻ 4 ദിവസം വന്നിട്ടുള്ളൂ എങ്കിൽ ആ 4 ദിവസം ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. എത്ര സെഷൻ ആണെന്നുള്ളത് അത് നമ്മൾ പ്രോഗ്രാം ചെയ്യും. അല്ല നമ്മള് സാധാരണ ഓൺലൈൻ ട്യൂഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ സ്കൂളിലൊക്കെ അവർ വന്നാലും വന്നില്ലെങ്കിലും ഫീസ് മേടിക്കണ ഒരു അങ്ങനത്തെ ഒരു പ്രൊസീജിയർ അല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ എഡിറ്റിന് ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ എഡിറ്റ് എല്ലാവർക്കും ആവശ്യമില്ല. എഡിറ്റ് എല്ലാവർക്കും ആവശ്യമില്ല. എഡിറ്റ് ചില സമയത്ത് ആവശ്യം. അതായത് ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ നിർത്തി പോകുമ്പോൾ എന്ത് ചെയ്യും, ആ മന്ത്ലി ഫീസ് അല്ലെങ്കിൽ ആ ഫീസ് ടോട്ടൽ ഫീസ് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കാര്യം പറ്റും, ഇപ്പൊ 4 സെഷനാന്ന് വെച്ചോ, ഇത് ഇങ്ങനെയല്ല. 4 സെഷനുള്ള ഒരു ട്യൂഷൻ ഫീസ്, അതായത് ഫസ്റ്റ് ക്വാർട്ടർ ഫസ്റ്റ് 3 months, സെക്കൻഡ് 3 months, തേർഡ് 3 months, ഫോർത്ത് 3 months, അങ്ങനെയാണ് ഫീസ് മേടിക്കുന്നത് വെച്ചോ. അപ്പൊ അവര് ഇൻ ബിറ്റ്വീൻ നിർത്തി പോയി അവർ അഡ്വാൻസ് മേടിച്ചു. അതായത് 6 മാസത്തേക്കുള്ള അഡ്വാൻസ് അവർ അടച്ചു. പക്ഷെ അവര് 4 മാസം കഴിഞ്ഞപ്പോ പോയപ്പോ എന്ത് ചെയ്യണം, അവർക്ക് പേയ്മെന്റ് തിരിച്ചു വേണമെന്ന് പറയുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ക്വാർട്ടർ എടുത്തോട്ടെ ബാക്കിയുള്ളതിന് എമൗണ്ട് തിരിച്ചു വേണമെന്ന് പറയുകയാണെങ്കിൽ ആ എമൗണ്ട് കുറച്ച് ലെസ് ചെയ്ത് കൊടുക്കുമല്ലോ. പിന്നെ അത് മാത്രമല്ല, ചില സമയത്ത് അവർ കൺസെഷൻ ചോദിക്കും. അതായത് ഫീ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കൺസെഷന്റെ ഡിസ്കഷൻ വന്നിട്ട് അവർക്ക് കൺസെഷൻ ചെയ്യാന്ന് പറയും. അപ്പൊ കൺസെഷൻ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മൾ ഓൾറെഡി ഫീ അസൈൻ ചെയ്ത് കഴിഞ്ഞു, അവർക്ക് മാത്രമാണ് കൺസെഷൻ പാടുള്ളൂ. അങ്ങനെ വരുന്ന സമയത്താണ് ഈ എഡിറ്റ് ഓപ്ഷൻ വരേണ്ടി വരിക. അത് മാത്രമല്ല, ഇനിയിപ്പോ അങ്ങനെ കൺസെഷൻ അല്ലാതെ ഒരു കൺസെഷന്റെ ഓപ്ഷനാണ് ഏത്, ഫീ ഡിസ്കൗണ്ട്. അതായത് നമുക്ക് ഇപ്പൊ അതിനാണ് ഈ ഫീ ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ. ഇവിടെ നമുക്ക് നെയിം, ഡിസ്കൗണ്ട് കോഡ്, എമൗണ്ട്, ഈ ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം, നമ്മള് ഇവിടുന്ന് അസൈൻ ചെയ്യണം ഏതൊക്കെ കുട്ടികൾക്ക് വേണമെന്നുള്ളത്. ഈ കുട്ടിക്ക് അസൈൻ ചെയ്തു ഞാൻ.
ഈ കുട്ടിക്ക് അസൈൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, കളക്ട് PC പോയിട്ട് ആ കുട്ടീനെ സെർച്ച് ചെയ്ത് കളക്ട് ഫീസ് പോയി. ഇപ്പൊ വേണ്ട, ഇവിടെ ഡിസ്കൗണ്ട് BK 250 ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, ഈ അസൈൻ ചെയ്തത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഡിസ്കൗണ്ടിന് ഒരു പേയ്മെന്റ് ID ഒക്കെ ഉണ്ടല്ലോ. അത് അങ്ങനെ വേണമെങ്കിൽ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ ഇപ്പൊ ഈ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫീസിലാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ബൾക്കായിട്ട് മൊത്തമായിട്ട് ഫീസ് അടച്ചിരുന്ന് 250 കുറയ്ക്കാന്ന് പറയും. ചിലര് എന്ത് പറയും, ഒരു പെർട്ടിക്കുലർ ഫീസ് അടയ്ക്കുന്ന ഫീസ് എടുക്കുക. ഈ കുട്ടിക്ക് അസൈൻ ആയിട്ടില്ല, ഓക്കെ അസൈൻ ആക്കട്ടെ. ഇതല്ലല്ലോ അസൈൻ ആയിട്ടില്ല. ഡിസ്കൗണ്ട് ഗ്രൂപ്പ് ഇതിൽ സെലക്ട് ആയിട്ടില്ല. ഒരു മിനിറ്റ്. ഓക്കെ അസൈൻ ആയി ഇല്ല. ഇതിലൊരു ഓപ്ഷൻ ബഗ് ഉണ്ട്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആ ലിസ്റ്റ് ചെയ്യും ഡിസ്കൗണ്ട് ഗ്രൂപ്പ്. അപ്പൊ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും. അത് കഴിഞ്ഞാൽ കളക്ട് ചെയ്യുമ്പോൾ ഈ എമൗണ്ടിൽ നിന്ന് ഈ ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കളക്ട് ആവുക. അതാണ് അവിടെ അതിന്റെ ഒരു പ്രോസസ്സ്. അത് എന്തായാലും ലൈവില് ഓക്കെയാണ്. ഇത് ഒക്കെ കറക്റ്റ് ചെയ്യാണ്ട്. ഇത് ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് അധികം അങ്ങോട്ട് ശ്രദ്ധ നോക്കിയിട്ടില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലൈ ആയിട്ടുള്ളത്. അതായത് ഇത് ഈ ഒറിജിനൽ എമൗണ്ടിനായിട്ട് യാതൊരു ബന്ധമില്ലാതെയാണ് ഇവിടെ അപ്ലൈ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ആയിട്ടുണ്ട് അല്ലേ? ടോട്ടൽ എമൗണ്ട് ഇതാണോ അല്ലെങ്കിൽ അല്ലല്ല, ടോട്ടൽ എമൗണ്ടിനായിട്ട് യാതൊരു ബന്ധമില്ലാതെയാണ് അപ്ലൈ ആയിട്ടുള്ളത്. ആ ഒരു പർട്ടിക്കുലർ ഫീസ് ചെയ്യുന്നതാണോ? ഒരു ബസ് ഫീസ് ആണെങ്കിൽ ബസ് ഫീസ് അങ്ങനെ ആ ഒരു എമൗണ്ട് അതെ, അല്ല പർട്ടിക്കുലർ എമൗണ്ട് ഒന്നല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഡിസ്കൗണ്ട് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ബഗ് ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ബഗ് ഒന്ന് കറക്റ്റ് ചെയ്യണം. അതായത് ഇത് ഒറിജിനലി ബഗ് ഇല്ല, ലൈവില് ബഗ് ഇല്ല, ഇത് ഇതില് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അതാ. അപ്പോ ഇതില് ഇങ്ങനെയാണ് വരിക. നോർമലി നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യും, അതിനുശേഷം ആ ഒരു എമൗണ്ട് കുറച്ചിട്ട് അതായത് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നിൽക്കും. അതല്ല നമ്മള് ഒരു ഫീസിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇവിടെ വരും. അതായത് ഫീസിന്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യണമെങ്കിൽ നമ്മള് ഇവിടെയാണ് ആ ഗ്രൂപ്പ് ലിസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളെങ്ങനെ നോർമലി എങ്ങനെ ചെയ്യാറ്? ഫീസിന്റെ ഉള്ളിൽ കയറിയിട്ടാണോ അല്ലെങ്കിൽ? അല്ല, അത് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച്. ഇപ്പൊ അവർക്ക് ഇപ്പൊ ഇത് മൊത്തമായിട്ടാണ് ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഇത് മൊത്തമായിട്ട് ഡിസ്കൗണ്ട് ആവും അങ്ങനെ. അപ്പൊ അത് ഇതില് റിഫ്ലക്ട് ആവും ആക്ച്വലി സ്പീക്കിംഗ്. ഇവിടെ ഡിസ്കൗണ്ട് എമൗണ്ടിൽ ഇവിടെ താഴെ ഒരു എമൗണ്ട് റിഫ്ലക്ട് ആവും. അതിന് ബഗ് ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയാണ് ഇതിലെ കാര്യം. പിന്നെ ഇവിടുന്ന് ഇത് നമുക്ക് ഷെഡ്യൂള് ബൾക്കായിട്ട് ഡെലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ബൾക്കായിട്ട് ഡെലിറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ കളക്ട് സെലക്ടഡ്, അതായത് ഈ രണ്ടെണ്ണം ഒരുമിച്ച് കളക്ട് ചെയ്യണമെങ്കിൽ ഉണ്ടാ 2 പീസ് ഒരുമിച്ച് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പൊ ടോട്ടല് 1200, 1000, 2200 ടോട്ടൽ വന്നു. ഡേറ്റ് കൊടുത്ത് നമുക്ക് ഒരുമിച്ച് കളക്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരുമിച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് കളക്ട് ആയി. ഇനി ഇതിന്റെ 2 സെപ്പറേറ്റ് പ്രിന്റ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ പ്രിന്റ് വർക്ക് ആവുന്നില്ല. ഓക്കെ, ഓക്കെ, ഈ ഡെമോയിൽ പ്രിന്റ് വർക്ക് ആവുന്നില്ല, പക്ഷെ പ്രിന്റ് വർക്കിംഗ് ആണ്. ഈ പ്രിന്റ് വർക്ക് ആണോ നോക്കട്ടെ. അത് വർക്കിംഗ് അല്ല. ഓക്കെ, അപ്പൊ ഇത് സംശയം. അപ്പൊ നമ്മൾ ഈ ട്യൂഷൻ ഫീ ആണെങ്കിൽ ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ട്യൂഷൻ ഫീ എടുക്കാമോ? മനസ്സിലായില്ല. അല്ല, ട്യൂഷൻ ഫീ നമ്മൾ കളക്ട് ചെയ്യലോ. ആഡോ എന്താ ഓപ്ഷൻ? പ്ലസ്. ഓക്കെ,
പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക ആഡ് ഫീസ്. ക്ലിക്ക് ചെയ്ത് ഓക്കെ. അപ്പൊ ഇതില് ഡേറ്റ് ഓക്കെ, ഫീ കളക്റ്റഡ് ഡേറ്റ് ആണല്ലേ അത് 5. ഓക്കെ ഓക്കെ. വേറെ ഓപ്ഷൻ കാണിച്ചില്ലേ, ഒരു ബസ് ഫീസ് ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ എന്നുള്ളത്, അതൊന്ന് എടുക്കാമോ? ഓക്കെ, ഇത് ബസ് ഫീസിന്റെ കാര്യത്തിലാണ് ഈ ഒരു സംഭവം ഉള്ളത് അല്ലേ? മറ്റേ ട്യൂഷൻ ഫീക്ക് ഇല്ല അല്ലേ? അല്ല, അത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് അത് ട്യൂഷൻ ഫീസ് അങ്ങനെ ചെയ്യാലോ. ട്യൂഷൻ ബസ് ഫീസ് തന്നെയാണല്ലേ. ഇതിപ്പോ എന്തുകൊണ്ടാണ് ഈ ബസ് ഫീസ് എന്നുള്ളത് വന്നതെന്ന് വെച്ചാല്, ഇത് കണ്ട ഇവിടെ ഈ സാധനമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇതിന്റെ ഏതാണോ കണ്ട ബസ് ഫീ 0 to 2 km ബസ് ഫീ ജൂലൈ 20 ഇതാണ് അവിടെ കാണിക്കുന്നത്. ഇത് ഹെഡിങ് എന്ത് വേണമെങ്കിൽ ആവാം. നമ്മൾ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്ത ദിവസങ്ങളിലെ ഫീസ് മാത്രമേ അടിക്കുന്നുള്ളൂ അല്ലേ? അതെ, അതൊരു എഡിറ്റ് ഓപ്ഷൻ. പിന്നെ ഇതില് ഡിലീറ്റ് ഷെഡ്യൂള് ഡിലീറ്റ് ആയി, സക്സസ്ഫുള്ളി റിമൂവ്. കാരണം ഇത് കളക്ട് ചെയ്യാത്തതുകൊണ്ട് ആ ഷെഡ്യൂൾ റിമൂവ് ആയി. അപ്പൊ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതും റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് കളക്ട് ചെയ്യാത്തത്, ഇതുവരെ കളക്ട് ചെയ്യാത്തതാണെങ്കിൽ അത് റിമൂവ് ആകും. അങ്ങനെ. പിന്നെ ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതില് സ്റ്റാറ്റസ് ചേഞ്ച് ഉണ്ട്, പെയ്ഡ് ആവും, അൺപെയ്ഡ്, പാർഷ്യലി പെയ്ഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റെസീറ്റ് ഇതില് വരുന്നില്ല, അതെന്തോ വിഷയമാണ്. റെസീറ്റും വരും, അത് ഡിസൈൻ ചെയ്യാം. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമറിന് അനുസരിച്ച് എങ്ങനെയാണ് റെസീറ്റ് വെച്ചാൽ ഡിസൈൻ ചെയ്തിട്ട് അതേപോലെ റെസീറ്റ് വരും പ്രിന്റ് ഔട്ട് ആയിട്ട്. ഇത്രയാണ് ഇതില് മെയിൻ കാര്യങ്ങൾ. അതായത് റെസീറ്റ് വരുന്നത് നമുക്ക് കസ്റ്റമൈസബിൾ ആണെന്ന്. അതായത് റെസീറ്റിന്റെ ഫോർമാറ്റ്, ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഫീ റെസീറ്റ് അതേപോലെ ജനറേറ്റ് ആവും. അവരുടെ ഹെഡിങ്ങും ഫൂട്ടറും വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് റെസീറ്റിൽ. അതായത് ഈ ഡെമോ അക്കൗണ്ടിൽ ചിലപ്പോ അതിന്റെ പേജ് ഒന്നും അപ്ലോഡ് ആയിട്ടുണ്ടാവില്ല. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു പേജ് ലോഡ് ആവണേ. അപ്പൊ പ്രിന്റിന് ഒരു പേജ് ഉണ്ട്, അതായത് അവരുടെ ഫോർമാറ്റിന്റെ ഒരു പേജ് ഉണ്ട്. ഹെഡറും ഫൂട്ടറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പേജ് വേണം. അപ്പൊ അതിലായിരിക്കും പ്രിന്റ് ആവുക. അപ്പൊ അതിന്റെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് ആ പ്രിന്റ് മാറി മാറി വരും. അങ്ങനെ ഇത്രയാണ് ഇതിൽ മെയിൻ ആയിട്ട് കാര്യങ്ങൾ. ഇതില് നമുക്ക് ബാക്കിയുള്ള വരുന്നൊന്നും ഇഷ്യൂ വരാറില്ല. ഇതിലും ആകെ ഇഷ്യൂ വരുന്നത് MES കാരെന്നാണ് ഇതിൽ നിന്ന് ഇഷ്യൂ വരിക. അവര് ഇഷ്യൂ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷനാലിറ്റി ആദ്യം ഉണ്ടായിരുന്നില്ല, ഇത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫംഗ്ഷനാലിറ്റിയാണ്. അതായത് MES കാർക്ക് ഉണ്ടാക്കിയ ഫംഗ്ഷനാലിറ്റിയാണ് ഇത്. അപ്പോ ഇവര് ഇത് യൂസ് ചെയ്യുന്നതില് പോരായ്മയും അറിവില്ലായ്മയും കൊണ്ടാണെന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. കാരണം പ്രോപ്പർ ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് കൂടി ആയിരിക്കാം, പിന്നെ ഇടയ്ക്ക് സ്റ്റാഫ് മാറുന്നതായിരിക്കാം. അവര് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഒന്ന് അവര് തെറ്റിയടിക്കുന്നു. അതായത് ഇപ്പൊ അവർക്ക് ഒരു കുട്ടി ഒരു ബസ് വന്നു 4 to 6 എന്നുള്ളത് വന്നു, പിന്നീട് വേറെ ഒരു 0 to 2 kilometers വന്നു കഴിഞ്ഞാൽ അവരടിച്ചു പോകുന്നത് 4 to 6 അടിച്ചു പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അവർക്ക് ഇമ്പോർട്ടൻ്റ് വെച്ചാൽ റെസീറ്റ് നമ്പർ മാറാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ അവരുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബാക്ക് എൻഡിൽ പോയിട്ട് ഈ ഇത് മാറ്റിയിട്ട് കൊടുക്കണം. ഫ്രണ്ട് എൻഡിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി റെസീറ്റ് അടിച്ചു പോയി, അവരെ പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോ അടുത്ത് കഴിഞ്ഞാൽ ഇവിടെ റെസീറ്റ് നമ്പർ വരും. ആ റെസീറ്റ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ബാക്ക് എൻഡിൽ കൂടെ മാത്രം മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വരും. പിന്നെ അവർ അലോക്കേറ്റ് ചെയ്യുന്നതിലെ പ്രശ്നം, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ അലോക്കേറ്റ് ചെയ്തത് ബസ് ഫീ അലോക്കേറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വീണ്ടും ഡിലീറ്റ് ചെയ്യാതെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഫീസ് എൻ്റർ ആയി വരും. ഷെഡ്യൂള് ഒരു കുട്ടിക്ക് 10 ഷെഡ്യൂള് എൻ്റർ ചെയ്യുന്നതിന് പകരം അയാൾ അത് ഡിലീറ്റ് ചെയ്യാതെ അടുത്ത ഒരു ഷെഡ്യൂൾ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 ഷെഡ്യൂൾ വരും ആ കുട്ടിക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഡിലീറ്റ് ചെയ്യാതെ ആള് നമ്മളോട് ചിലപ്പോൾ ചോദിക്കും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് MES ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതുപോലെ കുട്ടികള്. അപ്പൊ അങ്ങനെ ക്ലയന്റ് വൈസ് അവരുടെ റിക്വയർമെന്റും കാര്യങ്ങളനുസരിച്ച് അവരുടെ യൂസേജ് അനുസരിച്ച് അവരിങ്ങനെ കുറെ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യും. അത് അവരുടെ യൂസേജിന്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടാത്തതാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നിങ്ങള് ഞാൻ അഭിഷേകിന് ഒരുവിധം മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്നു MESന്റെ കാര്യം. അതായത് അവൻ കൂടുതൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഇരുന്നുണ്ട്, പക്ഷെ ബാക്ക് എൻഡിൽ കൂടെയാണ് കൂടുതലും കറക്ഷൻ നടക്കാറ്, ഫ്രണ്ട് എൻഡിൽ കൂടെ നടക്കാറില്ല. കാരണം അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടായിരിക്കും വരുന്നത്. അത് കാരണം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആള് വിളിക്കുള്ളൂ.
അപ്പൊ പിന്നെ ഫ്രണ്ട് എൻഡിൽ കൂടെ ഉള്ള നമുക്കൊരു കറക്ഷൻ ഒരു പരിധി വരെ നടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഡാറ്റാബേസ് കറക്ഷൻസ് ആണ് ചെയ്യുന്നത്, ഡാറ്റ റിക്കവറിയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്കൂളുകാർക്ക് ഈ ഒരു ഇഷ്യൂ വരില്ല, കാരണം നമ്മൾ പ്രോപ്പറായിട്ട് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ഒരു ഇത് ഇപ്പൊ ഇങ്ങനെ കാണുന്നത് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നും ഇഷ്യൂസ് ഒന്നും ചോദിക്കാറില്ല. ലേണേഴ്സ് നോട്ട് യൂസ് ചെയ്യുന്ന ഇതിപ്പോ ബേസിക് ആണ്. ലേണേഴ്സ് നോട്ട് യൂസ് ചെയ്യുന്നത് ഇതിന്റെ വേറെ ഡിഫറെന്റ് ആണ്. കാരണം ലേണേഴ്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ 1000 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലേണേഴ്സ് നോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലയന്റ് യൂസ് ചെയ്യുന്നത് ഇവിടെ എത്ര എമൗണ്ട് ആണ് ആഡ് ചെയ്യണേ അത്ര എമൗണ്ട് ഇവിടെ കയറും. അതില് ഇവിടെ 1000-ലാണെങ്കിൽ ഇവിടെ 1000 കയറും, അതിന്റെ അടുത്തത് അടുത്തേക്ക് കയറും, അതിന്റെ അടുത്തത് അടുത്തേക്ക് കയറും. അങ്ങനെയാണ്. അതായത് ക്യാരി ഫോർവേഡ് നടക്കും. അതായത് ഇപ്പോ ഇവിടെ 1000-ന് പകരം 3000 ആണ് ആഡ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ 3000-ല് 1000 ഇവിടെ കളക്ട് ആവും, 1000 ഇവിടെ കളക്ട് ആവും, 1000 ഇവിടെ കളക്ട് ആവും. 2500 ആണ് ആഡ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 1000 ഇവിടെ കളക്ട് ആവും, 1000 ഇവിടെ കളക്ട് ആവും, 500 ഇവിടെ കളക്ട് ആവും. അത് ഓട്ടോമാറ്റഡ് ആണ്. അത് മാത്രമല്ല ലേണേഴ്സ് നോട്ടില് നമുക്ക് മറ്റേ പോർട്ടലായിട്ട് സിംഗിൾ ഉള്ളതുകൊണ്ട് അവിടെ ഓൺലൈൻ ആയിട്ടുള്ള അടച്ചുള്ള ഫീസ് ഇവിടേക്ക് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവും. അതേപോലെ ഫീ റീപോസ്റ്റിംഗ് ആണ് കുറച്ച് അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫീ സ്ട്രക്ചർ ആണ് ലേണേഴ്സ് നോട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു ഫീ നമ്മൾ അസൈൻ ചെയ്തു, ഇപ്പൊ 1000 രൂപയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നീട് അത് മാറിയിട്ട് ഓട്ടോമാറ്റിക്കലി മാറിയിട്ട് അത് എത്രയാണോ ഫീസ് വേണ്ടത് അത്രയും ഫീസ്, അത്രയാണോ കളക്ട് ചെയ്തത് അത്രയും കളക്ഷൻ, അങ്ങനെ മാറും. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നത് പ്രോഗ്രാമാറ്റിക് ആണ്, നമ്മൾ ചെയ്യുന്നതല്ല. അത് നമ്മൾ എന്താ പറയുക യൂസർ ഇന്ററാക്ഷൻ ഇല്ലാതെ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ബാക്കെൻഡിൽ കൂടെ നടക്കണം. അപ്പൊ നമുക്ക് ലേണേഴ്സ് നോട്ടിന്റെ വേറൊരു ക്ലാസ് ഉണ്ടാവില്ലേ? ലേണേഴ്സ് നോട്ടിന്റെ ക്ലാസ് അത് നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം അത് CC ഫോർവേഡ് ചെയ്യാറാണ് പതിവ്. ടൂളിന്റെ ഉണ്ടാവും, ERP പിന്നെ കോമൺ ആണല്ലോ. ലേണേഴ്സ് നോട്ട് ടൂളിന്റെ ട്രെയിനിങ് ഉണ്ടാവും, ERP പിന്നെ എല്ലാം കോമൺ ആണല്ലോ. പ്രൊഡക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡിങ്സ് വേറെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ ഫീ ഡിസ്കൗണ്ട് ഈ മൊഡ്യൂളും തീർത്തിട്ട് അവസാനിപ്പിക്കാം. ഫീ ഡിസ്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടുല്ലോ. അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഞാനത് പറഞ്ഞുതരാം. ഇപ്പൊ ഇതിൽ കാണാൻ പറ്റാത്തതുണ്ട്. ഈ ഫീ ഡിസ്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവിടെ ഫീ കാണിക്കും. ഇവിടെ സെലക്ട് ചെയ്ത കുട്ടികളെ ഫീ അസൈൻ ചെയ്ത കുട്ടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഫീ ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് ചെയ്ത കുട്ടികളെയാണ് നമുക്ക് ഫീ കളക്ഷനിൽ നമുക്ക് ഫീ ഡിസ്കൗണ്ടിന് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ ഫീ ക്യാരി ഫോർവേഡ്. ഇത് ഫീ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ അടുത്ത കൊല്ലത്തേക്കുള്ള ക്യാരി ഫോർവേഡ് ആണ്. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ കസ്റ്റമൈസേഷൻ ആണ്, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞ ശേഷമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ ഫീ ക്യാരി ഫോർവേഡ്. പിന്നെ ഫീ റിമൈൻഡർ എത്രയാണ് ദിവസം എന്നുള്ള റിമൈൻഡർ ഇത് നമ്മൾ അവർ പറഞ്ഞതിനനുസരിച്ചാണ് ചെയ്യുക. കാരണം ഇതിന് നമ്മൾ സെപ്പറേറ്റ് SMS സെർവറും മെയിൽ സെർവറും ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ റിമൈൻഡർ പോകുള്ളൂ. പിന്നെ ഓൺലൈൻ ഫീസ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ പോർട്ടൽ വഴി ചെയ്തിട്ട് അത് നിങ്ങൾ സിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഓൺലൈൻ ഫീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കസ്റ്റമറോട് ചെയ്യണില്ല എന്ന് ഒരിക്കലും പറയരുത്. നമ്മളൊന്നും ചെയ്യണില്ല എന്ന് കസ്റ്റമറോട് പറയരുത്. ഓൺലൈൻ ഫീസിന്റെ കാര്യം പറയുമ്പോൾ എന്ന് വെച്ചാൽ പേയ്മെന്റ് ഗേറ്റ്വേയുടെ ഡീറ്റെയിൽസ് തരണം, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അതെന്ന് വെച്ചാൽ അത് കസ്റ്റമൈസ്ഡ് മൊഡ്യൂളാണ് ഓൺലൈൻ ഫീസ്. അതായത് നമ്മൾ ഡിഫോൾട്ടായിട്ട് ഓൺലൈൻ ഫീസ് കൊടുക്കുന്നില്ല, കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുന്നുമില്ല. പകരം ഓൺലൈൻ ഫീസിന്റെ കാര്യം വരുമ്പോൾ പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേഷൻ അവരുടെ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങൾ തരികയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ. പിന്നെ ഇൻകം മൊഡ്യൂളും എക്സ്പെൻസും അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതായത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതായത് നമുക്ക് ഇൻകം ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യാൻ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ റവന്യൂ എന്തെങ്കിലും തരത്തിൽ റവന്യൂ വരികയാണെങ്കിൽ, അതായത് കുട്ടികളായിരുന്നു നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കളക്ഷൻ ചെയ്യണമെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ സ്കൂളിന് എന്തെങ്കിലും ഇൻകം കാണിക്കണമെങ്കിൽ റെക്കോർഡിങ്ങിൽ കാണിക്കണമെങ്കിൽ അത് കാണിക്കാം.
അപ്പോ അതിന് ഇൻകം ഹെഡ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോ സ്റ്റുഡന്റ് ഫീസ്, ടെക്സ്റ്റ് ബുക്ക്, എന്താ ചെയ്യാം, അതർ ഇൻകംസിൽ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ കാണിക്കാം. ആ ഇൻകം ഹെഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ ആഡ് ചെയ്ത് ഇവിടെ ഡീറ്റെയിൽസ് കിട്ടും, എമൗണ്ട് ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് ഏത് പർട്ടിക്കുലർ ഇൻകം ആണ് വേണ്ടത്, ആ ഇൻകം ടൈപ്പ്, അതായത് ആ എന്താ പറയാ ടൈപ്പ് നമുക്ക് വെച്ച് സെർച്ച് ചെയ്യാം. അതായത് ഇൻവോയ്സ് നമ്പർ, ഇൻകം ഹെഡ്, ഡേറ്റ്, അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻകം. അതേപോലെ എക്സ്പെൻസ് സെയിം, എക്സ്പെൻസും അതേപോലെ തന്നെ എക്സ്പെൻസ് ഹെഡ് ഉണ്ടാവും, നെയിം ഉണ്ടാവും, ഇൻവോയ്സ് ഡേറ്റിന് എമൗണ്ട് ഉണ്ടാവും, ഡോക്യുമെന്റ് എന്തിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഉണ്ടാവും. അതിന് എക്സ്പെൻസ് ഹെഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെർച്ച് എക്സ്പെൻസും. ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന വിചാരിക്കണം എല്ലാവർക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇൻകം എക്സ്പെൻസിൽ? ഹലോ, ഈ ഇൻകം ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ടൈപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻകം ടൈപ്പ്, ഇൻകം ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ടൈപ്പ്, അതായത് സ്റ്റുഡന്റ് ഫീസ്, ടെക്സ്റ്റ് ബുക്ക്, എന്ത് വേണേ ആവാം. ഇത് യൂസ് ചെയ്യാറില്ല ഈ മൊഡ്യൂൾ സാധാരണ? ഇത് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ യൂസ് ചെയ്യിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതായത് ആരും യൂസ് ചെയ്യുക, കാരണം ആരും അതർ ഇൻകം ഒന്നും അങ്ങനെ കാണിക്കില്ലല്ലോ. ഇൻകം അധികം എക്സ്പെൻസ് കാണിക്കായിരിക്കും. എക്സ്പെൻസ് എന്തായാലും കാണിക്കും, ഇൻകം കാണിക്കില്ല അധികം. എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. അത് സ്റ്റാഫ് സാലറി, പിന്നെ സ്റ്റേഷനറി എക്സ്പെൻസ്, പിന്നെ ബുക്ക് അലവൻസ് എക്സ്പെൻസ്, അങ്ങനെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഫോർ സ്റ്റാഫ്, അങ്ങനെ കുറെ എക്സ്പെൻസസ് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം. ഇത്രയാണ് എക്സ്പെൻസ്, ഇൻകം, ഫീ കളക്ഷൻ, സ്റ്റുഡന്റ് ഇൻഫർമേഷൻ. ഇത്രയായി. ഇനിയുള്ളത് എക്സാം മാസ്റ്റർ. കുറച്ചധികം പറയാനുണ്ട്. ലെസൺ പ്ലാൻ, അക്കാഡമിക്സ്, ഹ്യൂമൻ റിസോഴ്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചധികം പറയാനുണ്ട്. അപ്പൊ അടുത്തൊരു സെഷനിൽ ഇരിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ അജീഷ്, താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ, താങ്ക് യു. ഹലോ സ്നേഹ പോയി. സ്നേഹ, നമുക്ക് അതൊന്ന് പ്ലാൻ ചെയ്യണമല്ലേ, നമ്മുടെ ഈ 90 days ആയിട്ടുള്ള കോഴ്സ്. അതിന്റെ ഒരു എന്താണ്, അത് ക്ലോസ് ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന് എടുക്കാൻ വേണ്ടിട്ട്? സർ, നമുക്ക് ഇന്ന് മോർണിംഗ് മീറ്റിംഗ് ഉണ്ട് 11:30. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ആർപിടി ട്രെയിനിങ് എന്തായാലും ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല, നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നാളെയും കൂടി ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. ഡെയിലി മോർണിംഗ് 1 hour എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അതെ, മോർണിംഗ് 1 hour എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് CC പ്രൊഡക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതിന്റെ ട്രെയിനിങ് നാളേക്ക് ഷെഡ്യൂൾ ചെയ്യാം ബാക്കി. ഓക്കെ, അങ്ങനെ ചെയ്താ പോരെ? സാർ പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ CC പ്രൊഡക്ഷൻ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞ 90 days എബോവ് ഉള്ള വർക്കുകളുടെ പെൻഡിങ്സും സ്റ്റാറ്റസും എടുക്കാം. ഓക്കെ. CC പ്രൊഡക്ഷൻ മീറ്റിംഗിന്റെ ലിങ്ക് സാറിന്റെ അക്കൗണ്ടിലേക്ക് മെയിൽ വന്നിട്ടുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്തിടാം. ഓക്കെ.